അതും എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വൈകാരിക അനുഭവമാണ്. കാരണം പേര് പോലും എഴുതാൻ നിവൃത്തിയില്ലാതെ നാട്ടിയ കാലിൻ്റെ പുറത്ത് അയച്ച DNA ടെസ്റ്റിൻ്റെ നമ്പർ മാത്രമായി കിടക്കുന്ന നൂറുകണക്കിന് ശവക്കല്ലറകൾ. ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇൻ്റർവ്യൂവിന് വേണ്ടി ആൾ പറയുന്നത്. അപ്പോൾ അവർ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മതിയോ എന്ന് ചോദിച്ചു. ഉപ്പുമാവ് കഴിക്കുകയാണ് ഞാൻ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തെറ്റു പറ്റിയെങ്കിൽ അത് തിരുത്താൻ പറ്റാത്ത വിധം ഒറ്റപ്പെട്ടു പോയവരാണോ ഞങ്ങളുടെ നാട്ടുകാർ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞങ്ങളുടെ പേരിൽ ഒരു ഗവൺമെൻറ് പണം എഴുതിയെടുത്തോ എന്ന് ഒരു തവണ പോലും അവർ തെറ്റിദ്ധരിക്കരുത്. അത് ഞങ്ങളുടെ ആത്മാർത്ഥതയുടെ പ്രശ്നമാണ്. ഞാൻ യഥാർത്ഥത്തിൽ വരുമ്പോൾ എൻ്റെ വയസ്സ് തിരിച്ചിട്ടാൽ മുഖ്യമന്ത്രിയുടെ വയസ്സാണ്. എനിക്ക് 47 വയസ്സായിരുന്നു, അദ്ദേഹത്തിന് 74. മക്കളെ ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ അവർക്ക് ഞാൻ മന്ത്രിയാണെന്നൊന്നും അറിയില്ല. അവിടെ ഞാനും നമ്മുടെ ജില്ലാ കളക്ടറും കാഴ്ചക്കാരായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരാരോ പറഞ്ഞു മന്ത്രിയാണ് നിൽക്കുന്നത്. അദ്ദേഹം സഹികെട്ട് ഒരു സ്വാമിയെ ചെരുപ്പൂരി അടിക്കാൻ നിന്നിട്ടുണ്ട് പാർലമെന്റിൽ. യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഭീകരമായ അനുഭവം ഉണ്ടാകേണ്ടതാണ്. നിങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഞങ്ങളാണ് ആദ്യം അവിടേക്ക് പോയത്. ഒരുത്തൻ്റെ ശവക്കല്ലറയിലേക്ക് ദഹിപ്പിച്ചതിന് 75,000 രൂപ പിണറായി വിജയനും മന്ത്രിമാരും എഴുതിയെടുത്തു എന്ന് 36 മണിക്കൂർ നേരം ഇടതടവില്ലാത്ത വിധം മാധ്യമ വിചാരണയ്ക്ക് സർക്കാർ വിധേയമായി. 36 മണിക്കൂറിലെ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം 3 മിനിറ്റ് കൊണ്ട് എല്ലാവരും പറഞ്ഞു ഇത് ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയതാണ്. പുലർച്ചെ 4 മണി കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഫോൺ വന്നു. അപ്പോൾ തന്നെ ഗൗരവം കൂടുതൽ വർദ്ധിച്ചു. 3 വരി ഇങ്ങനെയാണ്: സാർ, ചൂരൽമലയിലെ വാർത്തകൾ കണ്ട് കരള് പിടയുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്നൊരു വാർത്ത ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. നമസ്കാരം. ന്യൂസ് അറ്റ് ന്യൂസിൻ്റെ ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് റവന്യൂ മന്ത്രി കെ രാജനാണ്. സ്വാഗതം. നമസ്കാരം. നമ്മൾ ഈ സമയത്ത് ഇരിക്കുമ്പോൾ കേരളത്തിൽ മുഖ്യധാര ചർച്ചകൾ ഒരുപാട് വിഷയങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷേ മലയാളി മനസാക്ഷി എപ്പോഴും ആലോചിക്കുന്നത്, ഈ നാളുകളിലൊക്കെ ആലോചിക്കുന്നത് വയനാടിനെ കുറിച്ചാണ്. അപ്പോൾ വയനാട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും വയനാടിന് ഏറ്റവും അധികം ഇൻവോൾവ്ഡ് ആയിട്ടുള്ള, വൈകാരികമായി തന്നെ വയനാടിനെ കൊണ്ട് നടക്കുന്ന ഒരു മന്ത്രിയാണ് താങ്കൾ. ഒരുപക്ഷെ ഈ മന്ത്രിസഭയെ ഏറ്റവും ഉത്തരവാദിത്തത്തോടെ ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. കഴിഞ്ഞ ദിവസം അവിടെ നടന്ന ചടങ്ങിൽ തന്നെ താങ്കൾ വൈകാരികമായി സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടു. വയനാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓരോ ദിവസവും ഇപ്പോൾ എന്താണ് സ്ഥിതി എന്ന് നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. എന്താണ് വയനാടിൻ്റെ അവസ്ഥ ഇപ്പോൾ? അത് പറഞ്ഞതുപോലെ വയനാട് നമുക്ക് എങ്ങനെയാണ് ഒരു വൈകാരികമായിട്ടുള്ള അനുഭവമായി മാറുന്നത്? അതെനിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു 3.5 കോടി വരുന്ന മലയാളിക്കും മലയാളത്തെ സ്നേഹിക്കുന്നവർക്കും മനുഷ്യ സ്നേഹം ഉള്ളവർക്കുമൊക്കെ ഒരു വൈകാരികമായ അനുഭവം ഉണ്ടാകേണ്ട ഒരു ദുരന്തമായിരുന്നു ചൂരൽമലയിലുണ്ടായത്. 1 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിനകത്ത് 298 പേരുടെ മരണം നടന്ന ഒരു ഭൂതകാല അനുഭവവും സമീപ ഭൂതകാലത്ത് നമ്മുടെ മുമ്പിലില്ല. ആ ദുരന്തം നടന്ന അന്ന് മുതൽ സർക്കാർ എന്ന നിലയിലും പൊതുവായിട്ടുള്ള മനുഷ്യസ്നേഹികളെല്ലാവരും ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും അട്ടാമലയിലെയും ആറാമലയിലെയും കുഞ്ചിരിമറ്റത്തെയും ഒക്കെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരോടൊപ്പമുണ്ട്. ഓരോ ഘട്ടങ്ങളിലായി അവിടുത്തെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ധീരോചിതമായിട്ടുള്ള നേതൃത്വമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുന്നു. ഇപ്പോൾ ചൂരൽമലയിൽ കഴിഞ്ഞ 27-ാം തീയതി മുഖ്യമന്ത്രി ഒരു സ്വപ്ന നഗരത്തിന് തറക്കല്ലിടുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ അത് പുനരധിവാസത്തിൻ്റെ ഒരു പ്രക്രിയ മാത്രമാണ്. അതല്ല പുനരധിവാസം പൂർണ്ണമായിട്ട്. പുനരധിവാസം പൂർണ്ണമാകണമെങ്കിൽ പുനരധിവാസത്തിന് മുമ്പുണ്ടായിരുന്ന ചൂരൽമലയെ ആ വിധത്തിലല്ലെങ്കിലും എന്തെല്ലാമാണോ നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത മനുഷ്യരെ ഒഴികെ ബാക്കിയെല്ലാം അവർക്ക് പ്രദാനം ചെയ്യുന്ന വിധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതാണ് സർക്കാർ പ്രധാനമായിട്ടും യത്നിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ വീട് അക്കാര്യത്തിലൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ചൂരൽമലയിലെ ഈ ദുരന്തബാധിത പ്രദേശങ്ങളിലുള്ള യഥാർത്ഥത്തിൽ നേരിട്ട് ദുരന്തം ബാധിച്ച് വീടും ഭൂമിയും ഒക്കെ നഷ്ടപ്പെട്ട ആളുകളായിരുന്നു ഒന്നാമത്തെ ഫേസിൽ നമ്മൾ പരിഗണിച്ചിരുന്നത്. രണ്ടാമത്തെ ഫേസ്, 1ഉം 2ഉം ഫേസ് എന്ന് പറഞ്ഞാൽ 2 ഘട്ടത്തിൽ നിർമ്മിക്കുന്നതല്ല. രണ്ടാമത്തെ ഫേസ് അതൊരു ഔദ്യോഗിക പ്രയോഗമാണ്. ആ പ്രയോഗത്തിൽ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയി നോ ഗോ സോൺ എന്ന് രേഖപ്പെടുത്തിയ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഇടങ്ങളിലുള്ള മനുഷ്യരെ നമ്മൾ അടയാളപ്പെടുത്തി. അതിനെ തുടർന്ന് നോ ഗോ സോണിലല്ല, പക്ഷെ അതിൻ്റെ ഒരു 50 മീറ്റർ ചുറ്റളവിലാണ്, ഐസൊലേറ്റ് ചെയ്യപ്പെടുകയാണ്. പോകാനുള്ള വഴിയില്ല, കൂട്ടം കൂടി ജീവിക്കാനുള്ള സാമൂഹ്യ വ്യവസ്ഥയില്ല. അത്തരം ആളുകളെ 2B ലിസ്റ്റിലും ഉൾപ്പെടുത്തി. ആ ആളുകളുടെ പുനരധിവാസ പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഒരു ടൗൺഷിപ്പ് എന്ന ആശയത്തിലേക്ക് കിടന്നത്. സ്വാഭാവികമായിട്ടും അത് പറയുമ്പോൾ ഈ ലിസ്റ്റിനെ കുറിച്ച് ഒരു വരി കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. കാരണം ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർ
വലിയ പ്രയാസങ്ങൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. അവരെയൊന്നും വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതേ ഇല്ല. നമ്മളിപ്പോൾ എടുത്ത കാറ്റഗറി ആണ് നമ്മളിപ്പോൾ അവതരിപ്പിച്ച ലിസ്റ്റിലുള്ളത്. ഇനിയും മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടുള്ള ലിസ്റ്റിൽ സാങ്കേതികമായി പെടാതെ പോയവരുണ്ട് എന്ന് പരാതി കൊടുക്കുന്നവരുണ്ട്. അവർക്കൊരു പ്രയാസവും ഉണ്ടാവില്ല, നേരിട്ട് നമുക്ക് നേരിൽ കണ്ടത് ഉൾപ്പെടുത്താം. എന്നാൽ 50 മീറ്ററിലല്ല, പക്ഷേ ഈ ദുരന്തം ബാധിക്കപ്പെട്ടവരാണ് എന്ന് തോന്നുന്നവരുടെ അപേക്ഷ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അതും നമുക്ക് മനുഷ്യത്വപരമായി തന്നെ പരിഗണിച്ച് സർക്കാരിൻ്റെ മാനദണ്ഡത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ സർക്കാർ മനുഷ്യത്വപരമായി അനുഭാവപൂർണ്ണം പരിഗണിച്ച ആ കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കും. നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം, ഒരു ടൗൺഷിപ്പിന് ഇതിനു മുമ്പ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനോ പഠിക്കാനോ കാലാവധി നിശ്ചയിക്കാനോ ഒരു മുന്നുദാഹരണങ്ങളില്ല. ഇത് ആദ്യമായ ഒരു അനുഭവമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ചില ആളുകൾ ഒഴിച്ചാൽ പല മാധ്യമങ്ങളും ഞങ്ങളോട് അന്ന് ചോദിച്ച ചോദ്യം 8 മാസത്തിന് ശേഷമാണെങ്കിലും എങ്കിലും ഒരു പ്രശ്നമുണ്ട്. അത് ബോധപൂർവമായൊരു വൈകല്യത്തെ ധ്വനി ഉണ്ടാക്കുന്ന ഒരു വാചകമാണത്. ആ വാചകത്തിൻ്റെ ആവശ്യമേ അവിടെ ഇല്ല. എന്തുകൊണ്ട് 8 മാസം? അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഈ ദുരന്തമുണ്ടായി ജൂലൈ 30 കഴിഞ്ഞ് ആഗസ്റ്റ് 24 മുമ്പ് എല്ലാവരെയും താൽക്കാലിക പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി, 17 ക്യാമ്പുകളിലെയും അല്ലാത്ത മനുഷ്യരെയും. പിന്നെ ആദ്യം വേണ്ടത് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള പുനരധിവാസം എങ്ങനെയാകണം. ലോകത്ത് ഇതുവരെ ഇല്ലാത്തതുപോലെ ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് ദുരന്തബാധിത ക്യാമ്പിലുള്ളവരോട് നേരിട്ട് സംസാരിച്ചപ്പോൾ മഹാഭൂരിപക്ഷം ആളുകളും പറഞ്ഞത് ഞങ്ങൾക്കിനി പലതായി പിരിയാനാകില്ല, ഞങ്ങൾക്ക് ഒരിടത്ത് വേണം, അതും അടുത്തടുത്ത് വേണം. അങ്ങനെയാണ് ചൂരൽമലയ്ക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥലം കണ്ടെത്തണം. വയനാട്ടിലൊരു പ്രശ്നം, ജന്മം കൊണ്ട ഭൂമി അധികം ഉള്ള സ്ഥലമല്ല. അവിടെ ഇത്രയേറെ പേർക്ക് ഒരുമിച്ച് താമസിക്കണമെങ്കിൽ എസ്റ്റേറ്റുകളല്ലാതെ മറ്റു മാർഗങ്ങളില്ല. 25 എസ്റ്റേറ്റുകൾ കണ്ടു. അതിൽ ജോൺ മത്തായി നോക്കി 9 സുരക്ഷിതം എന്ന് പറഞ്ഞു. അതിൽ ഏറ്റവും അടുത്തുള്ള 2 എസ്റ്റേറ്റുകൾ കണ്ട്. നെടുമ്പാലയിലെയും എൽസ്റ്റോണിലെയും എസ്റ്റേറ്റുകൾ ഒക്ടോബർ 4 തന്നെ ഗവൺമെൻറ് ഏറ്റെടുത്തു. യഥാർത്ഥത്തിൽ അന്ന് തത്വത്തിൽ ഏറ്റെടുത്ത ഉത്തരവ് തർക്കമില്ലാതെ അതുപോലെ പോയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ലിൻഡിൽ വാർക്കൽ കഴിഞ്ഞേനെ, ഏതാണ്ട് ഈ വേനൽ കഴിയുന്നതിന് മുമ്പ് താമസിക്കാമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ സർക്കാരിൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് കോടതി വ്യവഹാരത്തിന് പോയി ഉടമകൾ. അങ്ങനെ പോയപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ കാത്തിരിക്കലല്ലാതെ മറ്റു മാർഗങ്ങളില്ല. പക്ഷെ കാത്തിരിപ്പായിരുന്നില്ല. അതോടൊപ്പം ഈ സ്ഥലങ്ങൾ തന്നെ കിട്ടുമെന്ന് ഉറപ്പോടെ വിശദമായി ഡിസൈൻ തയ്യാറാക്കി. ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കുമ്പോഴും നഷ്ടപരിഹാരം കൊടുക്കാനും അവിടെ നിലനിൽക്കുന്ന കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം നിശ്ചയിക്കാനുമുള്ള വിധത്തിൽ തന്നെയാണ് ആദ്യം മുതൽ സർക്കാർ. ഡിസംബർ 27 കേസിൻ്റെ വിധി വന്ന് പൊസഷൻ എടുക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പറഞ്ഞു. 2 മാസക്കാലം കൊണ്ട് ആ നടപടിക്രമങ്ങളിലേക്ക് പോയി. മുന്നുദാഹരണങ്ങളില്ലാത്ത ഒരു സ്വപ്ന നഗരിയിലേക്ക് ഈ മനുഷ്യരെല്ലാവരും ഒരുമിച്ച് താമസിക്കാവുന്ന, അവർക്ക് ഒരാവശ്യത്തിനും പുറത്തു പോകേണ്ടതില്ലാത്ത ആശുപത്രിയും പിന്നെ മാർക്കറ്റും ലൈബ്രറിയും കളിക്കളവും നീന്തൽക്കുളവും എല്ലാം അടങ്ങുന്ന ഒരു ടൗൺഷിപ്പിലേക്ക് നമ്മൾ പോകുകയാണ്. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ആളുകളെ ടൗൺഷിപ്പിലേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങൾ 15 ലക്ഷം രൂപ കൊടുത്തത് കുറച്ചുകൂടി കൂട്ടി കൊടുത്താൽ അവർ പോകുമായിരുന്നില്ലേ? കേരളത്തിലെ അനുഭവങ്ങൾ നമ്മൾ കാണണം. പിന്നെ പൈസ അവരെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. അതെ, പൈസ അവരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ പോലെ അവർ പോകില്ലേ? അവരെങ്ങോട്ട് പോകും? അവർക്കൊരു 10 സെൻറ്റ് സ്ഥലം മേടിക്കണ്ടേ? 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ ഉചിതമായ സ്ഥലങ്ങൾ യഥാർത്ഥത്തിൽ വയനാട്ടിൽ എവിടെയാണ് ഉണ്ടാവുക? ഈ ഒരു 1.5 വർഷക്കാലം മുമ്പ് KLR സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്ന സ്ഥലമാണ് ഈ വയനാട്. അതായത് അവിടെ ഭൂമിയിൽ ഒരു വീട് മധുവിന് പോയിട്ട് വെക്കണമെങ്കിൽ ആദ്യം റവന്യൂ വകുപ്പിൽ നിന്ന് ഇത് എക്സംഷൻ കിട്ടിയ ഭൂമിയല്ല എന്ന് കാണിച്ച സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊണ്ടുവരണം, എന്നാലേ പഞ്ചായത്ത് അനുവദിക്കൂ. കാരണം എല്ലാ ഭൂമിയും തോട്ടം മുറിച്ചു വിറ്റതാണ്. ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ഭാഗമായി ലഭ്യമായ എക്സംഷൻ കിട്ടിയ തോട്ടങ്ങൾ മുറിക്കാൻ പാടില്ല. അങ്ങനെ കിടക്കുന്ന പലർക്കും ഇപ്പോഴും വീടിന് സ്ഥായിയായ നമ്പർ പോലും കൊടുക്കാൻ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ നിശ്ചയിച്ചു ഇങ്ങനെ കൊടുത്താൽ, ഇപ്പോൾ സുനാമി ഉൾപ്പെടെയുള്ള ദുരന്തങ്ങളുടെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട വീടുകളിൽ താമസിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും തകർന്നു വീണതും പൊട്ടിപ്പൊളിഞ്ഞതും അങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ. അപ്പോൾ പണം കൊടുത്ത് വിട്ടാൽ യഥാർത്ഥത്തിൽ വീണ്ടും അനാഥമായിട്ടുള്ള ഒരു തലമുറയെ നമ്മൾ കാണേണ്ടി വരും. അതിന് ഉത്തരവാദിത്വം പറയേണ്ടി വരും. ഇത് കുറച്ച് റിസ്ക് ഉണ്ട് സർക്കാരിന്. പക്ഷെ ആ റിസ്ക് ഏറ്റെടുക്കേണ്ടത് മലയാളിയുടെ ഒരു അഭിമാനമായിട്ടുള്ള പുനരധിവാസമാണിത് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇതിലുണ്ടായ നേരം വൈകൽ. ബാക്കി എല്ലാ വിധത്തിലുമുള്ള പുനരധിവാസം, നമ്മളിപ്പോൾ കടം എഴുതി തള്ളേണ്ടത് കേന്ദ്ര ഗവൺമെൻറ് ചുമതലയാണ്. ഇതുവരെ ഒരു വാക്ക് പറഞ്ഞില്ല. ആ വഴിയിലേക്ക് കിടക്കുമ്പോൾ അത് പറയാം. കടത്തിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി 1038 കുടുംബങ്ങളുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട മൈക്രോ പ്ലാനിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കി.
24 കുട്ടികൾ അച്ഛനമ്മമാരാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ 25 വയസ്സ് വരെയുള്ള പഠനം ഉറപ്പിച്ചു. തുടർ ചികിത്സ ആവശ്യമുള്ളവർ അവർക്കൊരു ID കാർഡ് കൊടുത്തിരിക്കുകയാണ്. ആ ID കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ സർക്കാർ ആശുപത്രിക്ക് പറ്റാത്ത വിഷയങ്ങളാണെങ്കിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയാൽ അതിൻ്റെ ബില്ല് സർക്കാർ കൊടുക്കാവുന്ന വിധത്തിൽ ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോയി. പുനരധിവാസം എന്ന് പൂർത്തിയാകും അന്ന് വരെ താൽക്കാലിക വീടുകളിൽ താമസിക്കുന്നവരുടെ 6000 രൂപ വാടക നിരന്തരമായി കൊടുക്കുകയാണ്. 300 രൂപയുടെ സഹായം STRF-ൽ പറ്റാത്തത് കൊണ്ട് CMDRF-ൽ നിന്നെടുത്ത് 9 മാസം കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ തുടർച്ചയാണിത്. അപ്പോൾ ആ പുനരധിവാസ പ്രക്രിയയിലെ വീടെന്ന നഗരം എന്നൊരു ഘട്ടം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ ആരംഭിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു ആഹ്ലാദം ഇപ്പോൾ സത്യത്തിലുണ്ട്. ശരിക്കും ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കതിനെ വിലയിരുത്തിക്കൊണ്ട് സംസാരിക്കാൻ കഴിയും. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണല്ലോ നമ്മൾ ഡിസിഷനുകൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഒരവസ്ഥയിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 30-ാം തീയതി പുലർച്ചെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആഘാതം, അതിനെക്കുറിച്ച് ഓരോ മലയാളിയും അന്ന് ഉറങ്ങിയിട്ടില്ല. പക്ഷെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ പലപ്പോഴും താങ്കൾ ചില സമയത്തൊക്കെ വൈകാരികമായി പ്രതികരിക്കുന്നത് കാണാം. പക്ഷെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, ഒരു ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അന്ന് ആ നിമിഷം, അത് ആദ്യം അറിഞ്ഞത് നിമിഷങ്ങളിൽ എങ്ങനെയായിരുന്നു മാനസികാവസ്ഥ? ജൂലൈ 30 ജീവനുള്ളിടത്തോളം കാലം മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഓർത്താൽ വേദന മാത്രം തോന്നുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിൽ. ജൂലൈ 30-ാം തീയതി പുലർച്ചെയാണ് കളക്ടറും MLA-യും ഒക്കെ വിളിച്ച് ഒരു ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നു എന്ന കാര്യം പറഞ്ഞത്. അപ്പോൾ സാധാരണ നിലയിൽ ഒരു ചെറിയ ഉരുൾപൊട്ടലാകും എന്ന് കരുതി. കളക്ടറോട് തന്നെ ഞാൻ അങ്ങോട്ട് പോകട്ടെ എന്ന അനുവാദം ചോദിച്ചപ്പോൾ സൂക്ഷിച്ചു പോകണം എന്ന് പറഞ്ഞു. പിന്നെ MLA-യും ജനപ്രതിനിധികളും പാർട്ടിക്കാരും ഒക്കെ വിളിച്ചു തുടങ്ങിയപ്പോൾ കുറച്ചുകൂടി ഗൗരവമാണ് എന്ന് മനസ്സിലായി. നേരെ തയ്യാറായി KSTM-ലേക്ക് യാത്ര തിരിച്ച് KSTM-ലെത്തുമ്പോൾ മരണത്തിൻ്റെ ചില വാർത്തകൾ വന്നു തുടങ്ങി. അപ്പോഴും ചെറിയ നമ്പറിൽ നിൽക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. പുലർച്ചെ 4 മണി കഴിഞ്ഞപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുടെ ഫോൺ വന്നു. അപ്പോൾ തന്നെ ഗൗരവം കൂടുതൽ വർദ്ധിച്ചു. മുഖ്യമന്ത്രി ആ നേരത്ത് എഴുന്നേറ്റ് അടിയന്തരമായി പോകാനുള്ള തയ്യാറെടുപ്പുകൾക്ക് നോക്കിക്കോളൂ, ചാലക്കുടിയിലെ ഹെലികോപ്റ്റർ നമുക്ക് ഇങ്ങോട്ട് വരുത്താമെന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഗൗരവമായി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ പുന്നപ്പുഴയിലൂടെ 45 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന പോത്തുകല്ലിൽ മനുഷ്യ ശരീരാവശിഷ്ടങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ള വാർത്തകൾ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ വളരെ ഗൗരവമായി. ചാലക്കുടിയിലെ ഹെലികോപ്റ്റർ വരാൻ പറ്റുന്നില്ല. ബാംഗ്ലൂരിൽ നിന്ന് പുതിയൊരു കോപ്റ്റർ സംഘടിപ്പിച്ച് ഞാനും മുഹമ്മദ് റിയാസ് മിനിസ്റ്ററും കേളു മിനിസ്റ്ററും കൂടി അങ്ങോട്ട് പോകുമ്പോൾ കൽപ്പറ്റയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. നേരെ കോഴിക്കോട് വന്നിറങ്ങി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ടുള്ളൊരു യാത്ര സത്യത്തിൽ ഇപ്പോൾ ഓർത്താൽ എങ്ങനെ നമ്മൾ ഇതിനെ അതിജീവിച്ചു എന്ന് അത്ഭുതം തോന്നും മനുഷ്യരെന്ന നിലയിൽ. ഞങ്ങളവിടെ ചെന്ന് നിൽക്കുമ്പോൾ 3ാമത്തെ ഉരുൾ ഉച്ചയ്ക്ക് പൊട്ടുകയാണ്. ആളുകൾ ഭയചകിതരാണ്. ഏതാണ്ട് ഈ പുന്നപ്പുഴയിലെ പാലം പൊളിഞ്ഞതിൻ്റെ അപ്പുറത്ത് 582 പേർ കാത്തു നിൽക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങോട്ടൊന്ന് കടക്കണം. അവർക്ക് വെള്ളമൊക്കെ എത്തിച്ചു, പക്ഷെ അതുകൊണ്ട് തീരുന്നില്ല. അവർക്ക് ഇങ്ങോട്ട് കടക്കണമെന്ന് മാത്രമല്ല, അവരുടെ കയ്യിൽ മരണപ്പെട്ടവരുടെ നീണ്ട നിരയുണ്ട്. അച്ഛനും അമ്മയും ഒക്കെ മരണപ്പെട്ട് അവരുടെ കൂട്ടത്തിൽ തലേന്ന് വരെ കഴിഞ്ഞവരിങ്ങനെ കൂടിയിരിക്കുകയാണ്. അവരുടെ വല്ലാത്ത മാനസിക സമ്മർദ്ദമാണ്. ഇപ്പുറത്തുള്ള കൗൺസിലേഴ്സ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാരെ കയറ് കെട്ടി അപ്പുറത്ത് കിടത്താനുള്ളൊരു ചെറിയ ശ്രമം ആരംഭിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ചു ബെയിലി പാലം പണിയാനുള്ള പട്ടാളം വരുന്നു, ക്യാമ്പസിൽ നിന്ന് പുറപ്പെട്ടു. അവരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമ്മുടെയൊക്കെ ഒരു ധാരണ, നമ്മളൊരു ബെയിലി പാലത്തിൻ്റെ പൂർണ്ണത നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് പട്ടാളം വന്നാൽ ഒരു താൽക്കാലിക പാലമെങ്കിലും മണിക്കൂറുകൾ കൊണ്ടുണ്ടാക്കും എന്നാണ് നമ്മുടെ ധാരണ. അപ്പോൾ അവർ വിളിച്ചപ്പോൾ അവർ പറയുന്നു ഞങ്ങൾ 6:30 എത്തും, ജൂലൈ 30-ന്. എത്തിയാൽ ഇനി ഇവിടെ നിന്ന് അളവെടുത്തിട്ട് വിവരം കൊടുത്തിട്ട് വേണം സുളൂലെ ക്യാമ്പസിൽ നിന്ന് ഹെലികോപ്റ്ററിലും പിന്നെ കണ്ടെയ്നറിലും ഒക്കെയായി വരാൻ. ഞങ്ങളുടെ പ്രതീക്ഷ ഇങ്ങനെ അവസാന നിമിഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പറ്റുന്നില്ല. പുന്നപ്പുഴയുടെ അപ്പുറത്തുള്ള ആല്, തകരാത്ത ആലിൽ നിന്നൊരു കയറ് കെട്ടി ആളെ കൊണ്ടുവരാൻ നോക്കിയിട്ട് ഒരു 10 മിനിറ്റിൽ ഒരാളെയൊക്കെയാണ് ഇപ്പുറത്ത് കിടക്കാൻ പറ്റുക. അതും ഗർഭിണികളും അത്ര അത്യാവശ്യമുള്ളവരും. കോപ്റ്റർ പറക്കാനേ പറ്റുന്നില്ല. ആകാശം ആകെ പ്രശ്നമാണ്. ഞങ്ങൾ സത്യത്തിൽ അന്ന് 582 ആളെ രക്ഷിച്ചില്ലെങ്കിൽ അവർ ചിലപ്പോൾ അവിടെ കടന്ന് ഏതെങ്കിലും വിധത്തിൽ അപകടത്തിൽപ്പെട്ടു മാനസികമായി തകരും. ചെല്ലുന്ന എല്ലാ ചതുപ്പിലും ചവിട്ടിയാൽ എല്ലായിടത്തും കയ്യും കാലും വേറിട്ട ശരീര ഭാഗങ്ങളും. 2 പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെ അപ്പുറത്തുണ്ട്. ഏത് നിമിഷവും പ്രശ്നം ഉണ്ടാകും. അപ്പോഴാണ് മലയാളിയുടെ ഒരു ദുരന്ത നിവാരണത്തിൻ്റെ ഒരു കരുത്ത്. ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത മനുഷ്യർക്ക് എങ്ങനെ എഞ്ചിനീയർമാരാകാം, അവർക്ക് എങ്ങനെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കാം. SOG ഉണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു, ഫയർ ഉണ്ടായിരുന്നു, NDRF-ൻ്റെ ഒരു സംഘം ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ
പച്ചയായ മനുഷ്യർ കവുങ്ങ് വെട്ടി, മുള വെട്ടി, വടം കെട്ടി, കോണിയെടുത്ത് കൈയും ഹൃദയവും ചേർത്ത് പിടിച്ച് ഞങ്ങളെല്ലാവരും ഒരു മനുഷ്യന്മാരെ പോലെ 6 മണിക്ക് ഇതെത്തില്ല എന്ന് ബോധ്യപ്പെട്ട് നിന്നപ്പോൾ ഏതാണ്ട് 582 ആളുകളിൽ മഹാഭൂരിപക്ഷത്തെയും 7:55 ആകുമ്പോഴേക്കും ആ പുഴയുടെ ഇപ്പുറത്ത് കടത്തിയപ്പോഴാണ് ആദ്യഘട്ടത്തിലെ ഒരു ശ്വാസവായു ഉണ്ടാകുന്നത്. പിന്നെ ഓരോ നിമിഷവും അതിഭീകരമായിട്ടുള്ള ദുരന്തങ്ങളുടെ ഓർക്കാൻ പറ്റുന്നില്ല. യഥാർത്ഥത്തിൽ ഓഗസ്റ്റ് 24 താൽക്കാലിക പുനരധിവാസം കഴിഞ്ഞു വരുമ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഉണ്ടായിരുന്ന ബറയിൽ ഗ്രൗണ്ടിലേക്കൊന്ന് പോയി. സത്യത്തിൽ ബറയിൽ നടപടികൾ ലോകത്തിനൊരു പുതിയ മാതൃകയായിരുന്നു. നമ്മൾ കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ശരീരാവശിഷ്ടങ്ങൾ ഗംഗയുടെ തീരത്ത് കോരിയെടുത്ത് JCB കൊണ്ട് കോരിയെടുത്ത് വലിയ കുഴി കുഴിച്ചതിലിട്ട് മൂടുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ 298 മനുഷ്യരുടെ മരണം നമ്മൾ സ്ഥിരീകരിച്ചതിൽ 32 ആളുകൾ കാണാതായിട്ട് മരണം സ്ഥിരീകരിച്ചതാണ്. ബാക്കി 266 ആളുകളിൽ കേവലം 175 പേരെയാണ് നേരിട്ടോ ശരീരഭാഗങ്ങൾ കണ്ടോ ഐഡന്റിഫൈ ചെയ്തത്. ബാക്കിയെല്ലാം DNA ടെസ്റ്റിലൂടെയാണ്. അത് തന്നെ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങളാണ്, പൂർണ്ണമായതല്ല. അപ്പോൾ 298 മരിച്ചിട്ട് തിരിച്ചറിയാനാകാത്തവർ ഒരാൾ 5, 6, 7 പാഴ്സലുകളായിട്ടാണ് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നത്. ഇവരെ തിരിച്ചറിയാനാകുന്നില്ല. ഒരു കാലാവധി കഴിഞ്ഞാൽ പിന്നെ മൃതശരീരത്തിനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ അനുസരിച്ച് അത് ഭൂമിക്ക് അടിയിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന ഓരോ മൃതശരീരാവശിഷ്ടങ്ങൾ ചിലപ്പോൾ ഒരു കാലാകാം, ഒരു കൈയാകാം, ഒരു ചെവിയാകാം, ഒരു കണ്ണാകാം, ഒരു ഹൃദയമാകാം, ഒരു വിരലാകാം. ഇതെല്ലാം പ്രത്യേക പാഴ്സലാക്കി DNA ടെസ്റ്റിന് അയച്ചു കൊടുക്കുന്ന നമ്പർ വെച്ച് അതിനെല്ലാം ഒരു മൃതശരീരത്തിൻ്റെ മര്യാദയോടുകൂടി പൊതുദർശനത്തിന് വെച്ച് ഗൂഗിൾ സല്യൂട്ടും സർവമത പ്രാർത്ഥനയുമായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിൽ 5 or 6 സന്നദ്ധ പ്രവർത്തകർ എടുത്താണ് കൊണ്ടുപോകുന്നത്. അതിൽ നമ്മൾ ഈ കേരളത്തിലെ യൂത്തൊക്കെ അസ്തമിച്ചു, എല്ലാം ലഹരിക്കുള്ളിലായി, എല്ലാവർക്കും വികാരമില്ലാത്തവരായി, എല്ലാവരും പലതരത്തിലുള്ള സാധനങ്ങളിലേക്ക് പോയി, സർഗാത്മകത പറ്റി, ഇങ്ങനെയൊക്കെ പറയല്ലോ. സത്യത്തിൽ ഇതിനൊരു മറുപടിയായിരുന്നു. ഷർട്ടിൻ്റെ ഇട്ട PP കിറ്റിൻ്റെ അകത്ത് പല രാഷ്ട്രീയ യുവജന സംഘടനകളുടെ പേര് രേഖപ്പെടുത്തിയ ചെറുപ്പക്കാർ ഏത് സംഘടനയുടെ പേരാണെന്ന് നോക്കാതെ ഒരുമിച്ച് മൃതശരീരമെടുത്ത് അച്ഛനോ അമ്മയോ സഹോദരനോ സഹോദരിയോ ഒക്കെയാണെന്ന പോലെ കൊണ്ടുപോയി സംസ്കരിച്ച ഒരു ബുറയിൽ ചടങ്ങ്. ഓഗസ്റ്റ് 24 പ്രാഥമികമായ നടപടിക്രമങ്ങൾ തീർത്ത് ഞാൻ തിരിച്ചു പോരുമ്പോൾ ഞാൻ ആ പുത്തുമലയിലെ ബുറയിൽ ഗ്രൗണ്ടിലൊന്ന് പോയി നിന്നു. എൻ്റെ ആരുമില്ല, പക്ഷെ എല്ലാവരും എൻ്റേതാണ്. ഞാനവിടെ പോയി നിന്നു. അതും എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു വൈകാരിക അനുഭവമാണ്. കാരണം സാധാരണ നിലയിൽ ഒരാൾ മരണപ്പെട്ടാൽ കുഴിയുടെ ചൂടാറുന്നതിന് മുമ്പ് അതിൻ്റെ പുറത്ത് മാർബിളിൻ്റെ ശവക്കല്ലറ തീർത്ത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും പേരും കൊല്ലവും തറവാട്ടു മഹിമയും ഒക്കെ എഴുതി വെച്ച് അതിൽ ഊറ്റം കൊള്ളുന്ന ശീലമുള്ള മലയാളിയുടെ മുമ്പിൽ പേര് പോലും എഴുതാൻ നിവൃത്തിയില്ലാതെ നാട്ടിയ കാലിൻ്റെ പുറത്ത് അയച്ച DNA ടെസ്റ്റിൻ്റെ നമ്പർ മാത്രമായി കിടക്കുന്ന 100 കണക്കിന് ശവക്കല്ലറകൾ പുത്തുമലയിൽ ഒരുപക്ഷെ പോയി നിന്ന് നോക്കിയാൽ നമുക്ക് ഈ DNA ടെസ്റ്റിൻ്റെ വിവരം വന്നിട്ട് വേണം ഏത് മകൻ്റെ അച്ഛനാണെന്ന്, ഏത് മകൻ്റെ അമ്മയാണെന്ന്, ഏത് സഹോദരനോടൊപ്പം വളർന്ന കൂടപ്പുറപ്പാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ. ആ വിധത്തിൽ ഒരുപക്ഷെ മലയാളി സമീപ ഭൂതകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത ദുരന്തത്തിൻ്റെയും വേദനയുടെയും ഒരു പർവ്വമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ചൂരൽമല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ വികാരങ്ങളൊക്കെ ഉള്ളപ്പോഴും ഭരണാധികാരികൾ എന്ന നിലയിൽ നാം കാണിക്കേണ്ട അതിവേഗതയും ഇടപെടലും ചാഞ്ചല്യമില്ലാത്ത തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ അന്ന് കഴിഞ്ഞതിൽ യഥാർത്ഥത്തിൽ ഇപ്പം ഈ മരത്തിൻ്റെ ചോട്ടിലിരിക്കുമ്പോൾ മധുവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തോന്നുന്നതൊരു അത്ഭുതമാണ്. അത്ര മാത്രം തീവ്രവും പറഞ്ഞാൽ തീരാത്തതുമായിട്ടുള്ളൊരു അനുഭവങ്ങളുടെ ഇടമായി ആയിരുന്നു ആ ദിവസങ്ങളിൽ ചൂരൽമല. ആ കാലത്ത് നമ്മൾ കുറച്ച് സന്തോഷം വന്ന ഒരു നിമിഷം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു പ്രളയം ഉണ്ടായാൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടായാൽ നമുക്ക് അതിജീവനത്തിൽ പ്രൈമറി ജീവൻ രക്ഷിച്ചതിന് ശേഷമുള്ള പുനരധിവാസത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നമുക്കുള്ള അടിസ്ഥാന കാര്യങ്ങൾ, റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഇതൊക്കെ ഉണ്ടാക്കുക. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഓർമ്മ ഡോക്ടർ ബിജുവിൻ്റെ വെയിൽ മരങ്ങൾ എന്ന് പറഞ്ഞൊരു സിനിമ, വെയിൽ മരങ്ങളിൽ അത് പറയുന്നുണ്ട്. ഈ ആലപ്പുഴയാണെന്ന് തോന്നുന്നു, ഇത് കിട്ടാതെ പോകുന്ന ആളുകൾ അതിനുവേണ്ടി ക്യൂ നിൽക്കുക, ഒഫീഷ്യലായ പ്രതിസന്ധികളിൽ അകപ്പെടുക. പക്ഷേ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ, ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അവിടെ മിനിസ്റ്റർ റേഷൻ കാർഡ്
വിതരണം ചെയ്യുന്ന ഒരു ചടങ്ങ് എനിക്കിപ്പോൾ ഓർമ്മ. റേഷൻ കാർഡ് പിന്നെ മറ്റോരോ സർട്ടിഫിക്കറ്റുകളൊക്കെ പിന്നാലെ വരികയാണ്. അങ്ങനെ ഒരു അതിവേഗതയിലുള്ള ആ വിതരണത്തിലേക്ക് നയിച്ച ഒരു തീരുമാനങ്ങളും അതിൻ്റെ എന്താണ് അതിനെ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ആ ദുരന്തം ഉണ്ടായത് മുതൽ ഞങ്ങൾക്ക് അനുഭവം വളരെ തീവ്രമാണ്. ആദ്യത്തെ ദിവസം മുതൽ പുസ്തകത്തിൽ എഴുതി തുടങ്ങുകയാണ് വേണ്ടതായ കാര്യങ്ങളെല്ലാം. ഒരു മണിക്കൂർ പോലും അതല്ലാതെ ഈ ചിന്തയല്ലാതെ മറ്റൊരു വിശ്രമമില്ല. ഞാൻ ചെന്നിരുന്ന ആദ്യം കൊണ്ടുവരേണ്ട ഈ പിന്നെ ബോഡി കൊണ്ടുപോകേണ്ട ആംബുലൻസുകളെ കുറിച്ച്, അതിൽ വേണ്ട മോർച്ചറി, നമ്മൾ പൊതു പിന്നെ ഇതിന് വേണ്ട മോർച്ചറികളെ കുറിച്ച്, മൊബൈൽ മോർച്ചറികളെ കുറിച്ച്, രാത്രി വെക്കേണ്ട ആസ്ക ലൈറ്റുകളെ കുറിച്ച് ഞങ്ങളിങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ ആളുകൾക്ക് അത്ഭുതമായിരുന്നു. നട്ടുച്ചയ്ക്ക് വന്നിരുന്ന ഒരാൾ സമീപത്തെ 5 ജില്ലകളിലുള്ള മുഴുവൻ ആസ്ക ലൈറ്റുകളും മണിക്കൂറുകൾക്ക് ഇവിടെ എത്തണം. അപ്പോൾ കളക്ടറിനോട് ചോദിച്ചു, മുൻഗണന അതിനാണോ സാർ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും. കാരണം 6 മണി കഴിഞ്ഞാൽ ഇരുട്ടാവും. ആസ്ക ലൈറ്റ് അല്ലാതെ അവിടെ വെളിച്ചം എത്താൻ ഒരു വഴിയില്ല. ബോഡികൾ വന്നാൽ മൊബൈൽ മോർച്ചറി വേണ്ടി വരും. ഇവിടെയുള്ള മോർച്ചറികൾ പറ്റില്ല. ഇങ്ങനെ ഞങ്ങൾ എഴുതുമ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ പല ഗ്രൂപ്പുകളായി തിരിച്ചു. എല്ലാവരും ഈ പ്രവർത്തനത്തിൽ തന്നെ നിൽക്കണ്ട. ഒരു വിഭാഗം അവരുടെ രേഖകൾ, ഈ യഥാർത്ഥത്തിൽ ഈ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട ക്യാമ്പുകളിലൊക്കെ വരുന്നവർ കയ്യിൽ അവരെ കുറിച്ചിട്ടുള്ള മറ്റൊരു ഐഡൻറ്റിറ്റിയും ഇല്ലാതെ വരികയാണ്. പാസ്പോർട്ട് വരെ 97 പേർക്ക് പാസ്പോർട്ട് ഓഫീസിൽ നിന്ന് ആൾ വന്നിരുന്ന് പാസ്പോർട്ട് നമുക്ക് 1 മാസത്തിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കാൻ കഴിഞ്ഞത് മുതൽ ഇങ്ങനെ തുടങ്ങുന്നൊരു പ്രക്രിയ യഥാർത്ഥത്തിൽ അവസാനിക്കുന്നത് നമ്മുടെ ഈ ദുരന്തം നടന്ന് ജനുവരി മാസത്തിൽ മരണപ്പെട്ട ആളുകളെ യഥാർത്ഥത്തിൽ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഏറ്റവും അവസാനത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ മരണപ്പെട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയാതെ ഇനി ഒരിക്കലും തിരിച്ചു വരാനാകില്ല എന്ന് പല തരത്തിലുള്ള അന്വേഷണങ്ങളിൽ കരുതുന്ന ഒരാളുടെ സിവിൽ ഡെത്തായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു നടപടിയുണ്ട്. 7 വർഷമാണ് അതിൻ്റെ കാലാവധി. 7 വർഷം കഴിഞ്ഞാലേ സിവിൽ ഡെത്തായി പ്രഖ്യാപിക്കാൻ പറ്റൂ. ഒരു പെർമനൻ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും. അതുവരെ അവരുടെ കുടുംബം കാത്തിരിക്കുകയും ഈ ആനുകൂല്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. നമ്മൾ ജനുവരി മാസത്തിൽ തന്നെ താൽക്കാലികമായ നഷ്ടപരിഹാരം കിട്ടാൻ ആവശ്യമായിട്ടുള്ള മരണ സർട്ടിഫിക്കറ്റുകൾ, അതിൻ്റെ അനൗൺസ്മെൻറ്റ്, പബ്ലിക്കേഷൻ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് പക്ഷേ ഒരു ദുരന്തത്തിനും ഇതുവരെ ഇല്ലാത്തതുപോലെ മാർച്ച് മാസമാകുമ്പോഴേക്കും അതുൾപ്പെടെ വികാരപരമാണ് ആ വിഷയങ്ങളൊക്കെ എങ്കിലും അതുൾപ്പെടെ നമുക്ക് ഈ രേഖകൾ, ആധികാരികത, ഐഡൻറ്റിറ്റി, അതൊക്കെയാണല്ലോ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അതെല്ലാം തിരിച്ചു കിട്ടാവുന്ന നടപടികൾ യഥാർത്ഥത്തിൽ മധു പറഞ്ഞതുപോലെ ആഗസ്റ്റ് മാസത്തിൽ തന്നെ നിരവധി ഇടങ്ങളിൽ ക്യാമ്പുകളിൽ തന്നെ ക്യാമ്പുകൾ, അതായത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് നടക്കുന്നിടത്ത് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേക ക്യാമ്പ്, അവിടെ വെച്ച് തയ്യാറാക്കൽ, അവിടെ വെച്ച് വിതരണം ചെയ്യാൻ, അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള നടപടി നടന്നു അവിടെ എന്നുള്ളത് വളരെ വളരെ അഭിമാനകരമാണ് ഈ ദുരന്തത്തിനിടയിൽ. ഇപ്പോൾ നമ്മൾ ഈ ടൗൺഷിപ്പിൽ എത്തി നിൽക്കുമ്പം ഒരു പ്ലാനാണല്ലോ നമ്മുടെ മുമ്പിലുള്ളത്. ഈ സമയത്തും ഇതിൻ്റെ നിരന്തരമായ ഇവാലുവേഷൻ നടക്കും, അതിൻ്റെ തുടർച്ചകളുണ്ടാവും. ഈ പറഞ്ഞ പീരീഡിനുള്ളിൽ എന്തെങ്കിലും പ്രതിസന്ധികൾ വരാൻ വിദൂര സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ആ സമയം നമുക്ക് പാലിക്കാൻ കഴിയുമോ? സാധാരണ നിലയിലില്ല. ഇപ്പോൾ കോടതിയിലുള്ളൊരു കേസാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനം. കോടതി അന്ന് പറഞ്ഞിട്ടുള്ളത് സിംബോളിക് പൊസഷനാണ്. സ്വാഭാവികമായിട്ടും നിർമ്മാണം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് കോടതി ഇപ്പോൾ അടുത്ത 10-ാം തീയതി അതിലും ഒരു അഭിപ്രായം പറയാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ കോടതി വിധി ഒരിക്കലും തടസ്സമാകില്ല എന്ന് പറയാൻ കാരണം ചീഫ് ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഡിവിഷൻ ബെഞ്ചും ഈ നമ്മൾ ഈ ഭൂമി ഏറ്റെടുക്കുന്നതിനെ സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സ്റ്റേയോ തർക്കമോ ഉന്നയിച്ചിട്ടില്ല. അത് കൊടുക്കുന്ന നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടാണ്. അത് കോടതിക്ക് തീരുമാനിക്കാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള അധികാരമുള്ളത് കൊണ്ട് കോടതി അങ്ങനെ തീരുമാനിക്കട്ടെ. ആ പ്രശ്നം നമ്മുടെ മുമ്പിൽ ഉണ്ടാകില്ല. കേന്ദ്ര ഗവൺമെൻറ് നമ്മളിങ്ങനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു മലയാളിയോടും മാത്രമല്ല ലോകത്ത് ആരോടും ചെയ്യാൻ പാടില്ലാത്ത പണ്ടൊരു സുപ്രീം കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഈ ബംഗാളുമായി ബന്ധപ്പെട്ട അരിക്ഷാമത്തിൻ്റെ ഒരു കേസിൽ കോടതി പറഞ്ഞു, ഈ ദുരന്തമുണ്ടായാൽ സെൻറ്ററും സ്റ്റേറ്റും തമ്മിലുള്ള ബന്ധം ജൈവികമാകണം. ഒരു ദുരന്തം ഒരു സംസ്ഥാനത്തുണ്ടായാൽ ആ ദുരന്തത്തിൻ്റെ മുമ്പിൽ ഗാർഡിയൻ ഏഞ്ചലിൻ്റെ റോളാണ് യഥാർത്ഥത്തിൽ കേന്ദ്രം എടുക്കേണ്ടത്. ഇവിടെ ഗാർഡിയൻ ഏഞ്ചൽ എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നങ്ങളിൽ മാത്രമുള്ളൊരു സാധനമാണ്. ചെകുത്താൻ്റെ റോൾ എടുക്കുന്നു കേന്ദ്രം എന്നുള്ളതാണ് മലയാളി ഇപ്പോൾ കാണുന്നൊരു പ്രധാനപ്പെട്ട പ്രയാസം. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ഈ ദുരന്തം നടന്ന് ആഗസ്റ്റ് 9-ാം തീയതി IMCT എത്തി, ഇന്ത്യൻ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം. അത് വരുന്നത് ഇതിൻ്റെ ലെവൽ അറിയാനാണ്. 4 ലെവലേ ഉള്ളൂ, L0, L1, L2, L3. ഓരോന്നിനും കാറ്റഗറി ഉണ്ട്. സംസ്ഥാനത്തിനേക്കാൾ മുകളിൽ പോകുന്ന ദുരന്തമാണ് L3. അത് പരിശോധിക്കണമെങ്കിൽ മാത്രമേ IMCT വരൂ. വന്നിട്ട് yes or no പറഞ്ഞാൽ മതി. L3 അല്ലെങ്കിൽ പിന്നെ L2ലേക്ക് പോകും, സംസ്ഥാന ദുരന്തമാകും. ഇത് പരിശോധിക്കാൻ വന്ന IMCT
9, 10, 11 തീയതികളിൽ കേരളത്തിൽ പരിശോധന നടത്തി. എനിക്ക് മനസ്സിലാക്കിയത്, ഒരു മന്ത്രി എന്ന നിലയിൽ ആധികാരികമായി മനസ്സിലാക്കിയത്, 1 മാസക്കാലം കൊണ്ട് അവർ റിപ്പോർട്ട് കൊടുത്തു ഈ ദുരന്തം ഒരു L3 ദുരന്തമാണ്. പിന്നെയും ഹൈ ലെവൽ കമ്മിറ്റി കൂടാൻ 2 മാസം പിടിച്ചു. അപ്പോൾ 3 മാസമായി. ഹൈ ലെവൽ കമ്മിറ്റിയും ഇതൊരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറാണ് എന്ന് കണ്ടു. അപ്പോൾ 3 മാസം. അങ്ങനെയാണെങ്കിൽ ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. പക്ഷെ നമ്മളോട് പറഞ്ഞത് എന്താണ്? ഡിസംബർ 30-ന്. എന്തിനായിരുന്നു പിന്നെയും 2 മാസം? പിന്നെയും 2 മാസം പറയേണ്ടതില്ല എന്നങ്ങ് തീരുമാനിച്ചു. ഇതൊരു മനോഭാവമാണ്. യഥാർത്ഥത്തിൽ IMCT ഇതൊരു ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറാണെന്ന് 1 മാസത്തിനുള്ളിൽ കണ്ടുപിടിച്ച കാര്യം അന്നേ ഹൈ ലെവൽ കമ്മിറ്റി പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ UN ഉൾപ്പെടെ, ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ എത്രയോ ഏജൻസികളുടെ സഹായം നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ 2 മാസം കഴിഞ്ഞ് ഹൈ ലെവൽ കമ്മിറ്റി കൂടിയപ്പോൾ പ്രഖ്യാപിച്ചാലും നമുക്ക് കുറേ NGOമാരുടെ സഹായം കിട്ടുമായിരുന്നു. പിന്നെയും 2 മാസത്തെ കാലാവധി മലയാളിയോട് മാത്രം എന്തിനാണ്? സെക്ഷൻ 13 പ്രകാരം ഡിസാസ്റ്റർ ആക്റ്റിൽ കടങ്ങൾ എഴുതി തള്ളാനുള്ളൊരു വകുപ്പുണ്ട്. ഇപ്പോൾ കടങ്ങൾ 30 കോടി രൂപയുടെ കടങ്ങൾ എഴുതി തള്ളാൻ, അല്ലെങ്കിൽ അതിനുള്ള പണം കൊടുക്കാൻ കേരളത്തിന് ഒരു മടിയില്ല. കേരള ബാങ്ക് അത് ചെയ്തു. ഇനി CMDRFൽ നിന്ന് എടുത്തു കൊടുക്കണോ? കേരളത്തിന് പ്രയാസമില്ല. പക്ഷേ ഈ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്താലുള്ളൊരു പ്രശ്നം, പിന്നീടത് ആ കടബാധിതൻ്റെ സിബിൽ സ്കോറിനെ ബാധിക്കില്ല. കാരണം നിയമപരമായി അയാളുടെ സിബിൽ സ്കോറിനെ ബാധിക്കാതെ ഇത് എഴുതി തള്ളാമെന്ന് മാത്രമല്ല, ജീവനോപാധിക്ക് വേണ്ടി അതേ ദുരന്തബാധിതന് അതേ ബാങ്കിൽ നിന്ന് പുതിയ ലോണും കൊടുക്കാനും ഇത് നിഷ്കർഷിക്കുന്നുണ്ട്. ചെയ്തില്ല. കേരളം ആഗസ്റ്റ് 17-ന് കൊടുത്ത, പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം കൊടുത്ത മെമ്മോറാണ്ടം 1202 കോടി രൂപ ഒരു വിലയുണ്ടായില്ല. അതിനുശേഷം കൊടുത്ത PDN, പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ്, ചർച്ചകൾ പലത് നടന്നു, ഒരു തീരുമാനം ഉണ്ടായില്ല. ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഞാൻ കരുതിയത് വ്യക്തിപരമായിട്ട്, കേന്ദ്രമന്ത്രി ഒരു സ്ത്രീ കൂടിയാണ്, സ്വാഭാവികമായിട്ടും ഇത്തരം പ്രശ്നങ്ങളിൽ ഒരു വികാരം ഉണ്ടാകും. സ്ത്രീക്കും പുരുഷനും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. മറ്റൊരു കാര്യം പറഞ്ഞതല്ല. എങ്കിലും കേന്ദ്ര ധനകാര്യമന്ത്രിയിൽ നിന്ന് ഒരു വാക്കെങ്കിലും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ, ഈ ബഡ്ജറ്റ് ഈ ദുരന്തബാധിതർക്ക് വേണ്ടി സമർപ്പിക്കുന്നുവെന്നോ അവരോടൊപ്പമുണ്ടെന്നോ അതിനെ ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ലെന്നോ, ഇതിനേക്കാൾ വലിയ ദുരന്തം ഇന്ത്യയിൽ ഈ സാമ്പത്തിക വർഷം ഉണ്ടായത് ഏതാണ്? മഞ്ഞുമല ഇടിഞ്ഞത് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു 50% താഴെ നിർത്താം. പക്ഷെ 1 ചതുരശ്ര കിലോമീറ്ററിൽ 297 ആളും മരണപ്പെട്ട ഒരു ഗ്രാമം ഇന്ത്യയിൽ വേറെ ഏതുണ്ട്? ഒരു വരി പോലും പരാമർശിച്ചില്ല. പക്ഷെ ഞങ്ങൾ പേടിക്കുന്നില്ല. കാരണം ഈ പണം ഒരു പ്രശ്നമാകില്ല. പണം നമുക്ക് അനിവാര്യമാണെങ്കിലും നമ്മുടെ സ്പോൺസർമാർ, നമ്മളുമായി ബന്ധപ്പെട്ട് സഹായിക്കാൻ തുനിഞ്ഞ ആളുകൾ, സർക്കാരിൻ്റെ ഇച്ഛാശക്തി, മലയാളികളോടുള്ള നമ്മുടെ വിശ്വാസം, ഇതെല്ലാം കൂട്ടിക്കലർത്തുമ്പോൾ ആ പ്രശ്നത്തെയും നമുക്ക് അഭിസംബോധന ചെയ്യാൻ കഴിയും. 2025-26 ഈ ടൗൺഷിപ്പ് പൂർത്തീകരിക്കാൻ ബഹുമാനപ്പെട്ട ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ അടുത്ത സാമ്പത്തിക വർഷം എന്നാണ് പ്രഖ്യാപിച്ചതെങ്കിലും 2025-നുള്ളിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള തീവ്രമായിട്ടുള്ള ഇടപെടലാണ് ഗവൺമെൻറ് നടത്തുന്നത്. 2026-ൻ്റെ പ്രഭാതം അവർക്ക് ഈ പുതിയ സമാനതകളില്ലാത്ത വിധം സ്നേഹം കൊണ്ട് മലയാളി നിർമ്മിച്ചു കൊടുക്കാൻ പോകുന്ന പുതിയ സ്വപ്ന നഗരത്തിലാകണം എന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് ഇത് വീഴാൻ പറ്റില്ല. കൃത്യം നടപടിയാണ്. ഈ നടപടിക്രമങ്ങളെ നിയന്ത്രിക്കാൻ ഒരു സ്പെഷ്യൽ ഓഫീസറും അദ്ദേഹത്തിൻ്റെ ഓഫീസും, അവിടുത്തെ ഈ PIU, അതായത് പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ യൂണിറ്റ്, കളക്ടർ ചെയർ ചെയ്യുന്ന ഒരു സംവിധാനം, അതിനു മീതെ നിരന്തരമായി ഇതിനെ മോണിറ്റർ ചെയ്യാൻ ചീഫ് സെക്രട്ടറി കൺവീൻ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥ തല സമിതി, എല്ലാ മാസവും തുടർച്ചയായി ഇതിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും സ്പോൺസർമാരും അടങ്ങുന്ന ഒരു സമിതി. ഇനി ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, CMDRFിലേക്ക് വീടുണ്ടാക്കാനുള്ള പണം തരുമ്പോൾ അത് ട്രഷറി അക്കൗണ്ട് അല്ലേ, മറ്റു വഴിയിലേക്ക് പോകും? അല്ല, ഇതൊരു ഡെഡിക്കേറ്റഡ് അക്കൗണ്ട്. വീട് നിർമ്മാണത്തിന് മാത്രമായി സ്പോൺസർമാർ തരുന്ന പണം ഒരു ഡെഡിക്കേറ്റഡ് അക്കൗണ്ടിലേക്ക്, കിഫ്കോൺ ഒരു EPCI നിന്ന് ULCCയുടെ നേതൃത്വത്തിലുള്ള നടപടി. അപ്പോൾ വളരെ വളരെ ക്ലിയർ പ്ലാനിങ് ആണ് നമ്മുടെ. ഒരു മാറ്റവും കുറവും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അതായത് നടപടികൾ വൈകിപ്പിച്ച് വരാനുള്ള സാമ്പത്തിക സഹായങ്ങളെ മുടക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒപ്പം നേരിട്ടുള്ള സഹായം ഒരു വിധത്തിലും തരില്ല എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയി. സമാന്തരമായിട്ട് രാഷ്ട്രീയ പ്രചരണവും നടത്തി സംഘപരിവാർ സംഘടന. വളരെ ഭീകരമാണ് രാഷ്ട്രീയം. ഇതിനെ നമ്മൾ ഈ നിലയിൽ ഇത്രയും മനുഷ്യ വിരുദ്ധമായ നിലയിൽ ഒരു ഭരണകൂടവും മറ്റൊരു സംസ്ഥാനത്തിനോട് ഫെഡറൽ സംവിധാനത്തിൽ പെരുമാറിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇതിനെ നേരിടുന്ന ഘട്ടത്തിൽ
നമ്മൾ ഈ വിശദീകരണങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എത്രമാത്രം നമ്മൾ മുന്നോട്ട് പോയി? അതിനാണോ പ്രാധാന്യം കൊടുത്തത്, അതോ വയനാടിനാണോ? അതായത് ഞങ്ങൾ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് പോകണമെന്ന് അഭിപ്രായം ഉന്നയിച്ചവരല്ല. നമ്മുടെ പ്രശ്നം വയനാടായിരുന്നു. വയനാടിലെ അവസാനത്തെ ദുരന്തബാധിതനെയും പുനരധിവസിപ്പിക്കുക എന്നൊറ്റ ലക്ഷ്യം ജൂലൈ 30 മുതൽ ഉയർത്തിപ്പിടിച്ചതാണ് നമ്മൾ. എന്തെല്ലാം അനുഭവങ്ങൾ! ഞാൻ ഇന്നലെ ഒരു ചാനൽ കണ്ടു. മറ്റെവിടെയോ നിർമ്മിച്ച ഒരു വീട് ഇതിനു വേണ്ടി കൊടുക്കാം എന്ന് പറഞ്ഞ ഒരാളുടെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ അവതാരകൻ പറയുകയാണ്, 8 മാസം കഴിഞ്ഞിട്ട് തറക്കല്ലിടുക മാത്രം ചെയ്ത്, തറക്കല്ലിട്ട് ഇപ്പോൾ ഒരാഴ്ച തികഞ്ഞിട്ടില്ല, തറക്കല്ലിടുക മാത്രം ചെയ്ത് നിൽക്കുകയാണ് സർക്കാരിൻ്റെ ഭാഷ്യമെങ്കിൽ ഇവിടെ ഇതാ ഈ വരാൻ പോകുന്ന ദിവസം ഒരു നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു. എന്തൊരു തമാശയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അജണ്ടകളുണ്ടാകാം. നമ്മുടെ കോടതി ആഗസ്റ്റ് 17 കൊടുത്ത മെമ്മോറാണ്ടത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ആഗസ്റ്റ് 17 കൊടുത്ത മെമ്മോറാണ്ടം 23-ാം തീയതി കോടതിക്ക് സമർപ്പിച്ചതാണ്. ആ മെമ്മോറാണ്ടത്തിൽ ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ഓരോ ഹെഡിലും നടന്നതും നടക്കാൻ പോകുന്നതുമായ ചെലവുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുത്തൻ്റെ ശവക്കല്ലറയിലേക്ക് ദഹിപ്പിച്ചതിന് 75,000 രൂപ പിണറായി വിജയനും മന്ത്രിമാരും എഴുതിയെടുത്തു എന്ന് 36 മണിക്കൂർ നേരം ഇടതടവില്ലാത്ത വിധം മാധ്യമ വിചാരണയ്ക്ക് സർക്കാർ വിധേയമായി. 36 മണിക്കൂറിലെ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷം 3 മിനിറ്റ് കൊണ്ട് എല്ലാവരും പറഞ്ഞു, ഇത് ഞങ്ങൾക്കൊരു തെറ്റുപറ്റിയതാണ്, ഇവർ കൊടുത്തത് മെമ്മോറാണ്ടമാണ്, പണമൊന്നും കേരളം കൈപ്പറ്റിയില്ല. കേരളം കൈപ്പറ്റാത്തൊരു പണത്തിൻ്റെ പേരിൽ, കേരളം കൊടുത്തൊരു മെമ്മോറാണ്ടത്തിൻ്റെ പേരിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെ ക്രൂശിച്ചത് മുതലാരംഭിക്കുന്നതാണ് ഈ പ്രക്രിയ. STRFന് പണം കേരളത്തിന് തരാം എന്ന് പറഞ്ഞാൽ STRFന് കൃത്യം മാനദണ്ഡമാണ്. STRF അനുസരിച്ച് ഒരു വീട് തകർന്നാൽ ഇവിടെ കൊടുക്കുന്ന ഈ വീടൊന്നും പണിത് കൊടുക്കാൻ പറ്റില്ല. 1,80,000 രൂപയാണ് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലേതോ പണം ബാക്കിയുണ്ട്, കേരളത്തിൽ ഇഷ്ടം പോലെ പണം കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് നടത്തിയ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണം, ഇത് മലയാളിയുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന വിധത്തിലുള്ള ആക്രമണമാണ്. എന്തെല്ലാമാണ് കേന്ദ്രമന്ത്രിമാർ എന്തെല്ലാമാണ് പറയുന്നത്. ഒരു മന്ത്രി പാർലമെൻറ്റിൽ പറയുകയാണ്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉറങ്ങിക്കിടക്കുമ്പോൾ ഞാനാണ് അവിടെ പോയത്. ഞാൻ സത്യത്തിൽ നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങളായിട്ടുള്ള ചില സുഹൃത്തുക്കളോട് പറഞ്ഞു, കേരളത്തിൽ ഞങ്ങളൊക്കെ കണ്ടതിൽ വെച്ച് ഏറ്റവും സന്യാസതുല്യമായ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്ന ഒരാളാണ് NE ബൽറാം. അദ്ദേഹം സഹികെട്ട് ഒരു സ്വാമിയെ ചെരുപ്പൂരി അടിക്കാൻ നിന്നിട്ടുണ്ട് പാർലമെൻറ്റിൽ. യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഭീകരമായ അനുഭവം ഉണ്ടാകേണ്ടതാണ്. നിങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു, ഞങ്ങളാണ് ആദ്യം അവിടേക്ക് പോയത്. നിങ്ങളൊരു കാര്യം ചെയ്യും, മരവുരി എടുത്ത് ഈ പാപ്പരാണെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിച്ച് വന്നാൽ കേന്ദ്രം എന്തിനെക്കുറിച്ചെങ്കിലും ആലോചിക്കാം. ഇത് ഏതെങ്കിലും ഔദാര്യമാണോ? നമ്മൾ എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് കേന്ദ്രത്തിനോട് ഈ പണം ചോദിക്കുക? അത് കേരളത്തിൻ്റെ അവകാശമായതുകൊണ്ടാണ്. 3.5 കോടി മലയാളി, 143 കോടിയോളം വരുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും ഭരണഘടന ഉറപ്പുവരുത്തുന്ന ഭാരതം കാശ്മീർ മുതൽ ആരംഭിച്ചാൽ ഈ കന്യാകുമാരി വരെയുണ്ടെന്നും ഈ ബോധ്യം നല്ലതുപോലെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അവകാശത്തിന് വേണ്ടി നടത്തുന്നൊരു സമരം. അതൊരു ദൗർബല്യമാകരുത്. അതിൻ്റെ പേരിൽ കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കേരള മോഡലിനെ തള്ളി പറയാനും ഞങ്ങൾ തയ്യാറല്ല. ഞാൻ ഒറ്റ അനുഭവം മധുവിനോട് പറയാം. ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞപ്പോൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ നമ്മുടെ ഒരു ചർച്ചയ്ക്കിടയിൽ പറഞ്ഞാണ്, എന്താണ് കേരളത്തിലെ ഗവൺമെൻറ് ഇച്ഛാശക്തി? ഇത് യഥാർത്ഥത്തിൽ പണം തരുന്നവരുടെയും സ്പോൺസർമാരുടെയും മാത്രം പിന്തുണ കൊണ്ടല്ല, കയ്യിൽ നീക്കിയിരിപ്പുള്ളത് കൊണ്ടല്ല. നമുക്ക് കേന്ദ്രം പല വിധത്തിൽ തരേണ്ട പണമെല്ലാം തരാതിരിക്കുമ്പോഴും ചൂരൽമലയിൽ അവസാനത്തെ ദുരന്തബാധിതനെയും പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ല എന്ന് പറയാനുള്ള കാരണം വിശാലമായിട്ടുള്ള മലയാളികളുടെ മനസ്സാണ്. ഞാൻ ജൂലൈ 30-ാം തീയതി രാത്രി 12:30 മണി കഴിഞ്ഞു, അപ്പോൾ അതായത് ഓഗസ്റ്റ് 1 പുലർച്ചെയായി. ഞാൻ കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞതാണ്, ഞാൻ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ നിൽക്കുമ്പോഴാണ് എനിക്കൊരു പെൺകുട്ടി ഒരു വാട്സപ്പ് സന്ദേശം അയക്കുന്നത്. സത്യത്തിൽ ആ സന്ദേശം നമ്മളെ ഞെട്ടിപ്പിക്കുന്നതും നമ്മളെ അഭിമാനം കൊള്ളിക്കുന്നതും, ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്നെഴുതിയതുപോലെ കേരളത്തെക്കുറിച്ചൊരു ദുരന്തത്തിൻ്റെ നടുവിൽ നമ്മൾ ആവേശം കൊള്ളിക്കുന്ന 3 വരി അർദ്ധരാത്രിക്ക് ശേഷം ഒരു അമ്മയായിട്ടുള്ളൊരു കൊച്ചു പെൺകുട്ടി എഴുതുകയാണ്. 3 വരി ഇങ്ങനെയാണ്: സാർ, ചൂരൽമലയിലെ വാർത്തകൾ കണ്ട് കരൾ പിടയുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്നൊരു വാർത്ത
ഇപ്പോൾ ഒരു ചാനൽ എഴുതി കാണിക്കുന്നു. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ നിറമാറുമായിട്ടൊരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവരെ അറിയിക്കണം. അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് ഒരു മലയാളത്തിലെ അമ്മ, അതാണ് മലയാളത്തിൻ്റെ ഒരു വികാരം. കാലദേശങ്ങൾക്കപ്പുറത്ത് രക്തബന്ധമില്ലാത്തൊരു കുഞ്ഞ് മുല കുടിക്കാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ നിറമാറ് ചുരത്തുന്നതാണ് മലയാളത്തിൻ്റെ മാതൃത്വം. ഇതാണ് മലയാളത്തിൻ്റെ ഒരു അഭിമാനം. ഇത്രയൊരു കരുത്തിൻ്റെ മുമ്പിൽ എങ്ങനെ അപവാദങ്ങളും എങ്ങനെ ആക്രമണങ്ങളും എങ്ങനെ കല്ലേറുണ്ടായാലും പരിക്കു പറ്റാത്ത വിധം ഈ ഗവൺമെൻറ്റിനെ, അല്ലെങ്കിൽ ഗവൺമെൻറ് എന്ന് പറഞ്ഞ ഈ നമ്മളെല്ലാവരും ചേർന്ന ഈ ഉചിത സർക്കാരിനെ സഹായിക്കാനുള്ള മെറ്റൽ ഡിറ്റക്ടറുകളാണ് അമ്മമാരുടെ ഈ മനോഭാവം. അവരെല്ലാം ഒഴുക്കിയ കണ്ണീരും അവർ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചുരത്തിയ മുലപ്പാലും അവർ ഈ സങ്കടങ്ങളിൽ നമുക്ക് നൽകിയ പിന്തുണയും ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വലിയ ദുരന്തം ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടായാലും നേരിടാൻ ഒരു മടിയും നമുക്കുണ്ടാകില്ല. അതാണ് മലയാളത്തിൻ്റെ പ്രത്യേകത. പക്ഷേ ചരിത്രത്തിനോട് കണക്ക് പറയേണ്ടി വരും ഇവരെല്ലാം. ഇതിപ്പോൾ 36 മണിക്കൂറിലെ മാധ്യമ വിചാരണയ്ക്ക് ശേഷം 3 മിനിറ്റ് അപ്പോളജൈസ് പറഞ്ഞതുകൊണ്ട് 36 മണിക്കൂർ കേട്ടവർ എന്ത് ചിന്തിക്കുമെന്നല്ല സർക്കാർ ആലോചിച്ചത്. സർക്കാർ ശരിയുടെ പക്ഷത്ത് പോവുക. ഇപ്പോൾ അവിടെ പിന്നെ ഈ ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർ, എന്നെ ഒരു അമ്മൂമ്മ അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ ഈ 27-ാം തീയതി അവർ ഈ പിന്നെ ആ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന പ്ലോട്ടിൻ്റെ ഒരറ്റത്ത് 7 സെൻറ്റ് ഭൂമി പ്രത്യേകമായിട്ട് അടയാളപ്പെടുത്തി അവിടെ ഒരു വീടിൻ്റെ തറ പൂർണ്ണമായിട്ടും കുമ്മായം കൊണ്ട് അടയാളപ്പെടുത്തി നിൽക്കുകയാണ്. അതിൻ്റെ മുമ്പിൽ ഒരു അമ്മ വന്ന് നിന്നിട്ട് പേരക്കുട്ടിയോട് ചോദിക്കുകയാണ്, ഇതെന്താണ്, ഇത് കിടപ്പുമുറി, ഇത് അങ്ങനെ, ഇതങ്ങനെ, ഇതിങ്ങനെ എന്നൊക്കെ ഈ കുഞ്ഞു പറഞ്ഞു കൊടുക്കുകയാണ്. ചെറിയൊരു കുട്ടി, അമ്മൂമ്മയും കൊണ്ടുവന്നിട്ടുള്ള കുട്ടി. എന്നിട്ട് അവൻ സന്തോഷത്തോടെ പറയാണ്, സ്റ്റഡി റൂം കാണിച്ചിട്ട്, അമ്മാമ്മ ഇത് എനിക്ക് പഠിക്കാനുള്ള റൂം, ഇങ്ങനെ അമ്മാമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ആ അമ്മ അടുത്ത് നിൽക്കുന്നവരോടൊക്കെ പറയാണ്, അയ്യോ ഇങ്ങനെ ഒരു വലിയ സംവിധാനമാണോ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത്, ഇതേതോ മലയുടെ മുകളിലാണ്, അവിടെ പോയാൽ വീണ്ടും പൊട്ടി വീഴുന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്, അയ്യോ ഇത്ര വലിയൊരു സംവിധാനമാണോ മക്കളെ, ഞങ്ങളറിഞ്ഞില്ല. അപ്പോൾ അവർക്ക് ഞാൻ മന്ത്രിയാണെന്നൊന്നും അറിയില്ല. അവിടെ ഞാനും നമ്മുടെ ജില്ലാ കളക്ടറും കാഴ്ചക്കാരായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരാരോ പറഞ്ഞു മന്ത്രിയാണ് നിൽക്കുന്നത്. അവരുടെ ആ നേരത്തെ ഒരു സന്തോഷം, നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത ദുഃഖം അവർക്കുണ്ടാകും. പക്ഷേ സുരക്ഷിതമായിട്ടുള്ള ഭവനങ്ങളിലേക്കാണ് അവർ വരുന്നത് എന്നൊരു ഫീൽ, അതാണ് സർക്കാരിൻ്റെ ഒരു ആത്മവിശ്വാസം. അതേ നമുക്ക് വേണ്ടൂ. ഞാൻ അന്ന് പറഞ്ഞു, അത് പുഞ്ചിരിമറ്റത്ത് പൊട്ടി ഉരുളിനേക്കാൾ ഉയരത്തിൽ പുഞ്ചിരികൾ വരുന്നൊരു കാലമാണ് നമ്മുടെ സങ്കല്പം. പക്ഷേ ഞാനിതാണ് പറഞ്ഞത്, ചരിത്രം മാപ്പ് കൊടുക്കില്ല. ഇത്തരം ഒരു ദുരന്തഘട്ടത്തിൽ മലയാളിക്ക് വേറിട്ട് ചിന്തിക്കാൻ എങ്ങനെ സാധ്യമാകുന്നു, മലയാളിയോട് ഇങ്ങനെ പെരുമാറി. ത്രിപുരയിൽ IMCT സംഘം വന്നിറങ്ങുമ്പോൾ 40 കോടി കൊടുത്തുകൊണ്ടാണ് ചെന്നിറങ്ങിയത്. അത് കൊടുക്കട്ടെ, നല്ലതാണ്. ഒരു ഭരണഘടനയുള്ളൊരു രാജ്യത്തിനകത്ത് തമിഴ്നാടിനും കർണാടകത്തിനും ദുരന്തകാലത്ത് അവരുടെ പണം കിട്ടാൻ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം വളരെ ഭീകരമല്ലേ? കോടതി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെ ഇടപെടലും കണ്ടോ? യഥാർത്ഥത്തിൽ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ ആ അളവിലും അർത്ഥത്തിലും അത് വരുന്നുണ്ടോ? സർക്കാരിനൊരു പിഴവ് പറ്റിയെന്ന ആരോപണം ഉണ്ടായാൽ വരുന്ന അത്ര കരുത്തിൽ ഇപ്പോൾ കോടതി അവസാനം പറഞ്ഞത് ഈ നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു. നമ്മുടെ നാട്ടിൻ ഭാഷയിൽ പറഞ്ഞാൽ സോളിസിറ്റർ ജനറലിനെ ചുറ്റിട്ടോടിച്ചു. എന്നിട്ട് നമുക്ക് ആ വിധത്തിലുള്ളൊരു വികാരങ്ങൾ ഉണ്ടായില്ല, ഒരു ഭയവുമില്ല. നമുക്ക് 2025 തന്നെ ഇത് ടൗൺഷിപ്പ് പൂർത്തീകരിക്കും. ഈ 2021 ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയായി ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പലവിധ വഴികളിലൂടെ കടന്നു പോകുന്നു. അതിൻ്റെ ഏറ്റവും വലിയൊരു പരിച്ഛേദമാണ് വയനാട്. സംഘർഷങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഈ സമയത്ത് ഞാൻ ആലോചിക്കുന്നത് 2021 വരുന്ന സമയത്ത് ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ കക്ഷി CPM ആണ്, രണ്ടാമത്തെ കക്ഷി CPI ആണ്. CPIയുടെ ഒന്നാമത്തെ ഒരു മന്ത്രിയായി, വലത്തിൽ മുന്നണിയിൽ തന്നെ രണ്ടാമത്തെ ഒരാളായി കെ രാജനെ ഒരു റവന്യൂ വകുപ്പ് പ്രധാനപ്പെട്ട ഒരു ചുമതല ഏൽപ്പിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് പലരും പല കോണുകളിൽ നിന്നും കേട്ടൊരു കാര്യം, രാജൻ ചീഫ് വിപ്പ് ആയിരുന്ന ഒരാൾ, ചെറുപ്പക്കാരനായ ഒരാളാണ്, പക്ഷേ പിണറായിയോടൊക്കെ ഒത്തു നിൽക്കാൻ പറ്റുമോ, അത്രയും വലിപ്പമുള്ള ഒരാൾ അവിടെ ഇരിക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് കേട്ടിരുന്നു. മന്ത്രി അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്തെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലാത്ത ഇതൊരു ഒരു കസേരയിൽ ഒരാൾ ഇരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നേരിട്ടത്? പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോയതിൻ്റെ ഒരു കപ്പാസിറ്റിയാണോ? ഒരു ചീഫ് വിപ്പായിരുന്ന ഒരാൾ
ഇവിടെ വരുന്നു. നമ്മൾ മുൻ ധാരണകളെ, മുൻകാലത്തുള്ള അനുഭവങ്ങളെയൊക്കെ പൊളിച്ചുകൊണ്ടാണ് നിങ്ങൾ അവിടെ ഇരിക്കുന്നതെന്ന് ഇന്ന് നമുക്ക് നോക്കുമ്പോൾ തോന്നും. ഒരു പ്രശംസ എന്നുള്ളതിനപ്പുറത്ത് ആ കാര്യത്തെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? അല്ല, നമുക്ക് നമ്മുടെ സത്യത്തിൽ അത് പറഞ്ഞതുപോലെ ഒരു റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് വരുമ്പോൾ സാമാന്യം ആരും ഒന്ന് പേടിക്കും. കാരണം മറ്റേത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രയാസകരമാണ്. 57 മുതൽ ശ്രീമതി KR ഗൗരിയമ്മ മുതൽ ഇതുവരെയുള്ള മന്ത്രിമാരുടെ വലിയ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് ഇരുന്നിട്ടുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ റവന്യൂ വകുപ്പ് മന്ത്രി ഞാനായിരിക്കും ഈ ഒരു ഐക്യ കേരളത്തിൻ്റെ ചരിത്രത്തിൽ. ഇതൊക്കെ നമ്മളെയും പേടിപ്പിച്ച ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ നിലപാടുകളാണ് പ്രശ്നം. നിലപാടുകൾ ആരുടെ മുമ്പിലും സ്വതന്ത്രമായി പറയാനും ശക്തമായ തീരുമാനമെടുക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് പ്രധാനം. അത് ഞാൻ മാത്രമല്ല, എന്നെ ഇങ്ങനെ ഒരു ചുമതലയിലേക്ക് ഏൽപ്പിച്ച എൻ്റെ പാർട്ടിക്കൊരു നിലപാടുണ്ട്. ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനമുണ്ട്. അത് പറയേണ്ട ഇടങ്ങളിലെല്ലാം ധൈര്യമായി പറയാനുള്ള കരുത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഒരു കാരണവശാലും ഈ പ്രായവ്യത്യാസമോ അനുഭവ വ്യത്യാസമോ ഒന്നും ഏതെങ്കിലും വിധത്തിൽ ഒരു തടസ്സവുമായി നിന്നിട്ടില്ല. ഞാൻ യഥാർത്ഥത്തിൽ വരുമ്പോൾ എൻ്റെ വയസ്സ് തിരിച്ചിട്ടാൽ മുഖ്യമന്ത്രിയുടെ വയസ്സാണ്. എനിക്ക് 47 വയസ്സായിരുന്നു, അദ്ദേഹത്തിന് 74 വരുന്ന ഒരു ഘട്ടത്തിൽ. മറച്ചിട്ടാൽ അദ്ദേഹത്തിൻ്റെ വയസ്സാവുന്ന ഒരു കാലത്താണ് ഒരുമിച്ച് പ്രവർത്തനം ആരംഭിച്ച്. സ്വാഭാവികമായിട്ടും മന്ത്രിസഭയിൽ CPM-ൻ്റെ ലീഡർ അദ്ദേഹമാണ്, എൻ്റെ കക്ഷിയുടെ നേതാവ് മന്ത്രിസഭയ്ക്കകത്ത് ഞാനാകും. അപ്പോൾ ഉണ്ടാകുന്ന പിന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ, അതൊന്നും ഒരർത്ഥവും കഥയുമില്ല. നമ്മളെ ചുമതലപ്പെടുത്തുന്ന പാർട്ടിയും നമ്മളുടെ നീതിബോധവും ആ പാർട്ടി ഉണ്ടാക്കി തന്ന വീക്ഷണവും ഉയർച്ചു നിന്നുകൊണ്ട് അഭിപ്രായം പറയുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുക. മുഖ്യമന്ത്രി മന്ത്രിമാർക്കെല്ലാം നല്ല പിന്തുണയാണ് ഓരോ കാര്യത്തിലും ചെയ്യുന്നത്. ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹത്തിന് വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുറവും കൂടുതലുമെല്ലാം, കൂടുതൽ പലപ്പോഴും പറയില്ലെങ്കിലും കുറവുണ്ടായാൽ അത് പറയുകയും ഒരു രക്ഷകർത്താവിനെ പോലെ ആ കാര്യങ്ങളിൽ ഇടപെട്ട് നയിക്കുകയും ചെയ്യും. അതൊന്നും ഒരു വിഷയമേ ആയിട്ടില്ല. ആത്മവിശ്വാസത്തോടു കൂടിയാണ് 4ാം വർഷത്തിലേക്ക് ഗവൺമെൻറ് കിടക്കുന്നത്, ഗവൺമെൻറ്റിലെ മന്ത്രിമാർ. പ്രത്യേകമായി നമ്മൾ ഓർക്കുന്നത് കാനത്തിൻ്റെ ആ സമയത്തെ സാന്നിധ്യമാണ്. വലിയ വിമർശനമേറ്റത് കാനവും പാർട്ടിയും തന്നെയാണ്, നേതൃത്വം തന്നെയാണ്. കാരണം ഇങ്ങനൊരു പുതിയ നിരയാണ് വയ്ക്കുന്നത്. അന്ന് രാജൻ എന്ന് പറയുന്ന മന്ത്രിയെ തന്നെയാണ് പലരും പറഞ്ഞിരുന്നത് എങ്ങനെ നിൽക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ കാനം ഇല്ലെങ്കിലും കാനം അന്ന് സമാന്തരമായി ഇതേ സമാന രീതിയായിരുന്നു. പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തമായി പെരുമാറുക, പക്ഷെ പറയേണ്ട കാര്യങ്ങൾ സൗഹൃദപൂർവ്വം തന്നെ കൃത്യമായി അത് അടയാളപ്പെടുത്തുക. ആ ഒരു ഒരുമ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തന്നെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ കാനമില്ല. ഈ ഘട്ടത്തിൽ ആ കാര്യത്തെ എങ്ങനെ ഓർക്കുന്നു? അത് ശരിയായിരുന്നു, അത് കൃത്യമായി പാലിക്കപ്പെട്ടു എന്നുള്ള ആത്മവിശ്വാസം ഉണ്ടോ? കാലം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ നേതാവാണ്. സമാനതകളില്ലാത്ത വിധം ഒരുപാട് നേതാക്കളോട് ഒപ്പം ചെറിയ കാലം മുതൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടി. ഞാൻ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ ഞങ്ങളൊക്കെ ഏറ്റവും ആദരണീയനായി കാണുന്ന PKV ആണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി. പാർട്ടി സംസ്ഥാന സെൻട്രൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് സഹ PKVയും ഭാർഗവനാശാനും സഹ ചന്ദ്രപ്പനും. അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള പ്രത്യേകതകളും അവരുടേതായിട്ടുള്ള നിലപാടുകളും സൗമ്യതയും കാർക്കശ്യവും സംഘടനാ പ്രവർത്തന കരുത്തും എല്ലാം ഉണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം മറ്റൊരു പരിച്ഛേദമായിരുന്നു കാനം. കുറച്ചുകൂടി ഞങ്ങളുമൊക്കെയായി, ഞങ്ങളുടെ തലമുറയൊക്കെ ആയിട്ട് കുറച്ചുകൂടി വളരെ അടുത്തിടപഴകിയിരുന്നൊരു നേതാവായിരുന്നു കാനം. നമ്മളെ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. ഒരു കാര്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെ അഭിസംബോധന ചെയ്യണം, നമ്മുടെ നിലപാടിൽ മുട്ടാതെ എങ്ങനെ ഓരോന്നിനോടും തീർപ്പ് കൽപ്പിക്കണം. കാരണം ഒരിക്കലും മന്ത്രിയായിട്ടില്ല, പക്ഷേ എങ്കിലും ഞങ്ങളോട് പറയും മന്ത്രിയായിരിക്കുമ്പോൾ ഒരു ഫയൽ വന്നാൽ ഏത് കോണിൽ നിന്ന് നിങ്ങളത് കാണണം. ഇങ്ങനെ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുകയും ഓരോ ഘടകങ്ങളിലും നമ്മുടെ പ്രതികരണം എവിടെ വരെ പോകണം, എവിടെ നിൽക്കണം, എന്നാൽ പാർട്ടി ഉന്നയിക്കുന്ന നാടിൻ്റെ ഒരു ശരിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാനും പ്രയാസവുമില്ല. ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ച ചില പാഠങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിർവഹിക്കാനായിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസമാണ്. കാനമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഒരു തലമുറ അങ്ങനെ വളരെ ഗൗരവമായി പുസ്തക ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ നേതൃത്വം ശക്തവും കൃത്യവുമായിട്ടുള്ള നിലപാടുകൾ തന്നെ എടുത്ത് അതിൻ്റെ തുടർച്ചയാണ്. ഇതെല്ലാം ഓരോന്നിൻ്റെയും തുടർച്ചയാണ്. ആ തുടർച്ച അതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നു. എല്ലാ കാര്യത്തിലും കാനം പലതവണ ആലോചിച്ചിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുക. പക്ഷേ ആ തീരുമാനത്തിൽ അദ്ദേഹം അടിയുറച്ച് നിൽക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ കാര്യത്തിൽ പിന്നെ അടിയുറച്ച് നിൽക്കും. കാരണം ആ തീരുമാനത്തിൽ ഒരു ശരിയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും. എന്തായാലും വലിയ പ്രധാനപ്പെട്ട ചുമതലകൾ നിർഭയമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം കൂടി. രാവും പകലുമില്ലാതെ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം
എന്ന ധാരണയുണ്ടായി. ആ ഉത്തരവാദിത്വം നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ജലി. മറ്റൊന്ന്, ഇപ്പോൾ നിയമസഭയിലായാലും പുറത്തായാലും പലവിധ വിഷയങ്ങൾ, ഇപ്പോൾ പിന്നെ വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശൈലി സ്വീകരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തെ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ശൈലി മന്ത്രി എന്നുള്ളതിൽ, ചുമതലക്കാരെന്നുള്ളതിൽ സ്വീകരിക്കുമ്പോൾ തന്നെ വേണ്ട സമയത്ത് ഇടപെട്ട് രോഷാകുലനായി പ്രതികരിക്കുന്ന ഒരു മന്ത്രിയെ, ഒരു രാഷ്ട്രീയക്കാരനെ നമ്മൾ ഇടയ്ക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ നിയമസഭയിലൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്രതീക്ഷിതമായി എണീറ്റ് അങ്ങ് സംസാരിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരാൾ, കൗണ്ടർ ചെയ്യാൻ പറ്റിയ ഒരാളെ പഴയ AYF-കാരനെ ഓർമ്മിപ്പിക്കും. ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ഈ രാഷ്ട്രീയമായ ഇടപെടലിൻ്റെ തുടർച്ചയായിട്ടാണോ അതങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നതാണോ? നിലപാടുകളിൽ ഒന്നിൻ്റെ മുമ്പിൽ സന്ധി ഉണ്ടാകില്ല. നമ്മളിപ്പോൾ ഈ കയ്യേറ്റങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ വളരെ ശക്തമായിട്ട് നമ്മുടെ ഒപ്പമുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സന്ധിയും ഉണ്ടാകില്ല കാര്യത്തിൽ. കാരണം നമ്മൾ പറയേണ്ടത് നമ്മുടെ നിലപാടാണ്, അത് ഏറ്റവും ഉറക്കെ പറയുകയാണ്. അതിന് മുമ്പിൽ ഒരു സന്ധിയും നമുക്കുണ്ടാകില്ല. സാമാന്യം വല്ലാതെ ക്ഷുഭിതനാകുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല ഞാനെങ്കിലും ചിലപ്പോൾ രാഷ്ട്രീയമായി ചിലത് പറയേണ്ടി വരും, അതിലൊരു സന്ധിയും ഉണ്ടാകില്ല. പക്ഷേ പൊതുപ്രവർത്തനങ്ങളിൽ, വികസനത്തിൽ, പൊതുവായി നമ്മൾ നേരിടുന്ന കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള അത്തരം ശത്രുതകൾ കരുതി വെക്കേണ്ടതില്ല. പക്ഷെ പറയേണ്ട ഘട്ടത്തിൽ നമ്മളെ, നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ, നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ മുന്നണിയെ തെറ്റായ വിധത്തിൽ ഇകഴ്ത്തി കാണിക്കാനോ അപവാദ പ്രചരണം നടത്താനോ വസ്തുതാവിരുദ്ധമായി പ്രതികരിക്കാനോ ആരെങ്കിലും തയ്യാറായാൽ അത് തടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അത് കാലം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും അന്ന് നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് പിന്നീട് നമുക്ക് ഉത്തരം പറയേണ്ടി വരും. അവിടെ ഭീതിയോ അവിടെ ബന്ധമോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളോ ഒന്നും പ്രശ്നമില്ല. പക്ഷെ മറ്റതിലത് നന്നായിട്ട് വേണം. കാരണം ഒരു പൊതുപ്രശ്നത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടേതും കൂടിയാണ് ആ പ്രശ്നം. അതൊരു അഭിനയമല്ല, അത് നമ്മൾ പുലർത്തി പോരേണ്ട. ഒരു ഭരണാധികാരി എപ്പോഴും പരമാവധി ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ശ്രമിക്കുക, ഒറ്റപ്പെടാതെ നോക്കുക, പരമാവധി പേരെ അതിലേക്ക് ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതായിരിക്കും ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ അപ്പോഴും നമ്മുടെ നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടാകില്ല. നമ്മുടെ നിലപാടുകളാണ് നമ്മുടെ ജീവിതം. നിലപാടുകൾ വിട്ടാൽ പിന്നെ നമ്മളല്ലാതായി പോകും. അതിൽ പൊതുവെ മാധ്യമങ്ങളുടെ കാര്യത്തിലും വാർത്ത വരുന്ന ഘട്ടങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ വന്ന സമയത്ത് അതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലരും, മിക്കവാറും ആളുകൾ എന്തിനാണ് വെറുതെ തലവേദന ഏറ്റെടുക്കുന്നത്, മാധ്യമങ്ങൾ അവരെന്തെങ്കിലും പറയട്ടെ പോട്ടെ എന്ന് വെക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ കൃത്യമായി അറ്റാക്ക് ചെയ്യുന്ന നിലപാട് മിനിസ്റ്റർ സ്വീകരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അപൂർവമായിട്ടാണെങ്കിലും കടുത്ത വിമർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നിട്ടുള്ളത്. അതിനെ വസ്തുതകൾ നിരത്തി കൗണ്ടർ ചെയ്ത് തങ്ങളുടെ നിലപാട് സ്ഥാപിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഈ നമ്മുടെ അടിയന്തര പ്രമേയം സഭയിൽ വരുന്നത് തന്നെ നമ്മളൊരു മറുപടി പറയുക, അതിനുശേഷം പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നമുക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞു തീർത്തല്ലോ എന്ന് വിചാരിക്കുക, പിന്നെ വീണ്ടും എഴുന്നേറ്റ് ഇടപെടേണ്ട കാര്യമുണ്ടോ? അതിനും അത് വ്യക്തിപരമായി പറഞ്ഞപ്പോൾ അതുമായിട്ട് എത്രയോ കാലത്തെ നമുക്ക് അനുഭവമുള്ളത്, നമുക്ക് പരസ്പരം അറിയാം, എൻ്റെ ശീലവും സ്വഭാവവും ഒക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ ഓരോ പ്രശ്നത്തെയും അഭിമുഖീകരിക്കുന്നതും ഇടപെടുന്നതും പൂർണ്ണമായിട്ടും ആ വിഷയത്തിൽ എൻ്റെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ്. അതെൻ്റെ വിശ്വാസമാണ്. അതിൽ എനിക്ക് 100% ബോധ്യമുള്ളൊരു വിഷയമാണെങ്കിൽ അതിനെ വക്രീകരിച്ചും തള്ളിയും ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇടപെടാൻ തോന്നും. എൻ്റെ ചില ആളുകൾ പറയുന്ന പോലെ അതൊരു ജീനിൻ്റെ പ്രശ്നമാണ്. ചിലപ്പോൾ അങ്ങനെ ഇടപെടാൻ തോന്നും. കാരണം നമ്മൾ കൊണ്ടുവന്നൊരു കാര്യത്തിൽ തെറ്റായ വിധത്തിലൊരു പ്രചരണം നടത്തിയാൽ പറഞ്ഞവൻ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സുഹൃത്തായിരിക്കും, അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകൻ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സുഹൃത്തായിരിക്കും. പക്ഷെ നമുക്കത് പറഞ്ഞേ മതിയാകും, അങ്ങനെ പറഞ്ഞു പോകും. എന്നോട് ഈ ഓഗസ്റ്റ് 17 കേരളം കൊടുത്ത മെമ്മോറാണ്ടവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നോ ഉത്ഭവിച്ച ഒരു കഥ പിന്നീട് അങ്ങ് കൊണ്ടുവന്ന് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും അടുത്ത മാധ്യമ സുഹൃത്തുക്കൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചപ്പോൾ ചിലരൊക്കെ എന്നോട് ചോദിച്ചു, അത്രയ്ക്കും ചൂടായിട്ട് പറയേണ്ട കാര്യം എന്താണ്? കാരണം അത് ആ ഘട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ എനിക്കുണ്ടായിരുന്നൊരു വികാരം, 75,000 രൂപ ഒരു ബറയിൽ ചടങ്ങിന് ചെലവഴിക്കേണ്ടി വരും എന്ന് കാണിച്ച് കേന്ദ്രത്തിൻ്റെ മുമ്പിൽ നമ്മൾ കൊടുത്തൊരു മെമ്മോറാണ്ടത്തിൻ്റെ ഭാഗമായിട്ട് 1 രൂപ പോലും തരാതെ നിൽക്കുമ്പോൾ അവിടെ ഓരോ ആൾക്കും 75,000, ഒറ്റ ഉദാഹരണം പറഞ്ഞു, 75,000 രൂപ വീതം എഴുതിയെടുത്തു ഈ ഗവൺമെൻറ് എന്ന് കേട്ടപ്പോൾ എന്നെക്കുറിച്ച് ആരെങ്കിലും സംശയിക്കുമെന്നല്ല എൻ്റെ തോന്നലുണ്ടായിരുന്നത്. ദിവസങ്ങളോളം രാപ്പകലില്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ മഴയത്ത് വെയിലത്ത് അവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകരുണ്ടല്ലോ, ഒരു രാഷ്ട്രീയവും നോക്കാതെ പല ബാനറുകളിൽ ഈ മനുഷ്യരെ രക്ഷിക്കാനും ഈ മൃതശരീരങ്ങൾ അടക്കം ചെയ്യാനും അവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകർ കരുതില്ലേ, അവർ 1 രൂപയും അവർക്കാർക്കും കൊടുത്തിട്ടില്ല.
അവർ തന്നെ കിട്ടിയത് കഴിച്ചും അവരിൽ പലരും കൊണ്ടുവന്ന ഷെയർ ഞങ്ങൾ കഴിച്ചുമൊക്കെ ജീവിച്ചിട്ട് ഞങ്ങളുടെ പേരിൽ ഒരു ഗവൺമെൻറ് പണം എഴുതിയെടുത്തോ എന്ന് ഒരു തവണ പോലും അവർ തെറ്റിദ്ധരിക്കരുത്. അത് ഞങ്ങളുടെ ആത്മാർത്ഥതയുടെ പ്രശ്നമാണ്. ആ ആത്മാർത്ഥ വന്നാൽ ചിലപ്പോൾ നമുക്ക് വികാരം ഉണ്ടാകും. അത് അപൂർവമായ ഘട്ടങ്ങളിലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വന്നാൽ പൊട്ടിത്തെറിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യങ്ങൾ. അപ്പം ചില ആളുകൾ എന്നോട് പറയും, മാധ്യമങ്ങൾ അങ്ങനെ പറയും, പ്രതിപക്ഷം അങ്ങനെ പറയും, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക. അങ്ങനെ ആകില്ല. അത് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്ത് നമ്മുടെ പക്ഷം ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായ ആദ്യ 10 ദിവസത്തിനുള്ളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ വിഷയം ഉണ്ടായി കൊണ്ടുവരുന്നു. അതായത് ഈ ദുരന്ത ബാധിതരിൽ തെരച്ചിൽ നടത്തുന്നവർക്ക് കൊടുത്ത ബ്രെഡ് പൂത്തു. ആ ബ്രെഡ് പൂത്തു. അപ്പോൾ ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് അങ്ങ് ചർച്ചകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ പലരും വിദേശത്തുനിന്ന് ഉൾപ്പെടെ വിളിച്ച് ചീത്ത പറയാണ്, നിങ്ങൾക്ക് കാശില്ലെങ്കിൽ ഞങ്ങൾ കാശ് അയച്ചു തരാം, നല്ല ബ്രെഡ് മേടിച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സത്യത്തിൽ ഞാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, ഞങ്ങൾ ഇതുവരെ ബ്രെഡ് കൊടുത്തിട്ടില്ല. സർക്കാരോ ഇതര ഏജൻസികളോ ആ പ്രദേശത്തേക്ക് ബ്രെഡേ കടത്തിയിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ള ആത്മവിശ്വാസം എന്താ, ഞാൻ 3 നേരവും ഭക്ഷണം കഴിക്കുന്നത് ആ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി തെരച്ചിൽ നടത്തുന്നവർക്ക് കൊടുക്കുന്ന അതേ ഭക്ഷണമാണ്. രാവിലെ ചെന്നാൽ കൺട്രോൾ റൂമിലെ ഉപ്പുമാവ്, ഉച്ചയ്ക്ക് അവിടുത്തെ ഭക്ഷണം, തിരിച്ചു പോരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ചപ്പാത്തിയും കറിയും ഞാനത് തന്നെയാണ് കഴിക്കുന്നത്. വേറൊരു ഭക്ഷണം കൊടുക്കുന്നില്ല. അവിടെ കൊടുക്കുന്ന ചായ ഞാൻ കുടിക്കുന്നുണ്ട്, അവിടെ കൊടുക്കുന്ന അത് ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട്. അതേപോലെ ഒരു ബ്രെഡ് വന്നിട്ടില്ല. അതെൻ്റെ ആത്മവിശ്വാസമാണ്. അത് അങ്ങനെ പെട്ടെന്ന് ചിത്രീകരിക്കാൻ പാടില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ മാധ്യമങ്ങളത് തിരുത്തി, ശരിയാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ തോന്നുന്ന ചില ഘട്ടങ്ങളിൽ അനാവശ്യമായി ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉളവാക്കപ്പെടുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ഇനി കരുത്തുണ്ടാവട്ടെ. ഒരു 2-3 കാര്യങ്ങൾ കൂടി ചോദിച്ച് നമുക്കിത് അവസാനിപ്പിക്കാം. ഒന്ന്, ഇനിയൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. നേരത്തെ കഴിഞ്ഞ 2021 വന്ന തൃശ്ശൂരല്ല ഇന്ന്. അവിടെ ഒരു ലോക്സഭാ MP BJPക്ക് ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയമായ വിജയമാണോ അല്ല സുരേഷ് ഗോപിയുടെ വിജയമാണോ എന്നൊക്കെയുള്ള തർക്കമുണ്ട്. പക്ഷേ അങ്ങോട്ടേക്കാണ് ഇനി മന്ത്രി ആയിരിക്കുന്ന രാജൻ എന്ന് പറയുന്ന CPIയുടെ നേതാവും പാർട്ടിയും LDF ഒക്കെ പോകേണ്ടത്. ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രധാന ഉദ്ദേശം എന്നുള്ള നിലയ്ക്ക് ഞാൻ ചോദിക്കാം, ഇനി ആ മണ്ഡലത്തെ അല്ലെങ്കിൽ ഫീൽഡിലേക്ക് പോകുന്ന ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിനായി പോകുന്ന ഘട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ മുന്നൊരുക്കം നടത്താൻ പോകുന്നത്? അതിനെങ്ങനെ നേരിടും? അല്ല, ഞാൻ പറഞ്ഞത് ഈ പിന്നെ ഒല്ലൂർ മാത്രമല്ല, ലോകസഭാ മണ്ഡലത്തിൽ 7 മണ്ഡലങ്ങളുണ്ട്. ആരാണ്, എവിടെയാണ്, ആരൊക്കെയാണ് മത്സരിക്കുക എന്നതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് ബന്ധപ്പെട്ട പാർട്ടികളും സംവിധാനങ്ങളുമാണ്. പക്ഷേ ആ മണ്ഡലങ്ങളിലെല്ലാം സമീപ ഭൂതകാലത്തൊന്നും കാണാത്ത വലിയ വികസനവും വ്യക്തിഗത ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്ന സർക്കാരിൻ്റെ പിന്തുണയും അതോടൊപ്പമുള്ളൊരു രാഷ്ട്രീയമൊക്കെ നാട്ടിലെ ജനങ്ങൾ കാണില്ല എന്ന് നമുക്ക് കരുതാനാകുമോ? ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു തെറ്റു പറ്റിയെങ്കിൽ അത് തിരുത്താൻ പറ്റാത്ത വിധം ഒറ്റപ്പെട്ടു പോയവരാണോ ഞങ്ങളുടെ നാട്ടുകാർ? എനിക്കങ്ങനെ തോന്നുന്നില്ല. അവർക്ക് നല്ല തിരിച്ചറിവിൻ്റെ ധാരണയുണ്ട്. എന്തിനാണ് നമ്മൾ ഈ ആളുകളെ തെറ്റിദ്ധരിക്കുന്നത്? ഒരു തവണ ഒരു മനുഷ്യനൊക്കെ തെറ്റുപറ്റാം, അത് സ്വാഭാവികമാണ്. പല തെറ്റിദ്ധാരണകളിൽ വിശ്വസിച്ചും ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അതൊക്കെ മനസ്സിലാവുകയാണല്ലോ. ആളുകൾക്ക് അതിൻ്റെ നേർചിത്രങ്ങൾ നേരിട്ട് കാണുകയാണല്ലോ. കൊട്ടിഘോഷിച്ചതും ആർഭാടത്തോടെ അലങ്കരിച്ചു വന്നതും ഒന്നുമല്ല നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ആളുകൾക്ക് മുഖതാവിൽ കാണുകയാണല്ലോ. അതിനെ എങ്ങനെ മാറ്റി പറയാൻ വേണ്ടി കഴിയും? ഇപ്പോൾ ഉദാഹരണത്തിന് ചൂരൽ മല മുതൽ ഇങ്ങോട്ട് ഒരു കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിനോട് കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രക്രിയക്കിടയിൽ 2 ബഡ്ജറ്റുകൾ കടന്നുപോയല്ലോ. തൃശ്ശൂർ ഇങ്ങനെ മേനിയിൽ പ്രത്യേകിച്ചൊന്നും നേടാൻ പറ്റാതെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ മാത്രം അലങ്കരിക്കാനുള്ള ആഭരണങ്ങളായിട്ട് നിൽക്കുകയാണ്. വേറെ ഒരു പൊട്ടുപോലും നെറ്റത്ത് കുത്താൻ ബഡ്ജറ്റിലൂടെ ഒന്നും തൃശ്ശൂരിനും കിട്ടിയിട്ടില്ല, തൃശ്ശൂരിൻ്റെ സമീപ പ്രദേശങ്ങൾക്കും കിട്ടിയിട്ടില്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോട് കാണിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് ഇതെല്ലാം ജനങ്ങൾ കാണും. വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം തൃശ്ശൂർ ജില്ലയിൽ തന്നെ 1 സീറ്റാണ് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയത്. അതുകൂടി തിരിച്ചു പിടിക്കാനാകും വിധം അതിൻ്റെ ഒരുക്കങ്ങൾ സംഘടനാപരമായിട്ട് നടക്കും. അതിനേക്കാൾ കൂടുതൽ സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ലക്ഷ്യം ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ സ്വാദ് എല്ലാ മനുഷ്യരുടെയും ചുണ്ടിലെത്തിക്കലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചു, ഞാൻ ഒളകരയിലെ ആദിവാസി കോളനിയിലെ 44 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യാൻ വേണ്ടി പോയി. അവരെന്നോട് ചോദിച്ചു, ഇത്രമാത്രം ആഹ്ലാദിക്കാനുള്ള, എൻ്റെ മണ്ഡലത്തിലാണ് സുവോളജിക്കൽ പാർക്ക്, എത്രയോ വർഷങ്ങളായിട്ടില്ലാത്ത 350 കോടി കിഫ്ബി മുടക്കുന്നത്.
ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ മണ്ഡലത്തിലുള്ള പാലങ്ങളോ റോഡുകളോ സുവോളജിക്കൽ പാർക്കോ മലയോര മേഖലയിൽ കൊടുത്ത 2000-ലേറെ പട്ടയങ്ങളോ എന്നെ വികാരഭരിതനാക്കുകയും എന്നെ ആനന്ദം കൊള്ളിക്കുകയും എന്നെ അഭിമാനപൂരിതമാക്കുകയും ചെയ്യുന്നത് ഈ പീച്ചി ഡാം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ഓടിക്കപ്പെട്ട 44 ആദിവാസി കുടുംബങ്ങൾക്ക് 60 വർഷത്തിന് ശേഷം 1.5 ഏക്കർ ഭൂമിയുടെ കൈവശാവകാശ രേഖ കൊടുക്കുമ്പോഴുണ്ടായ വികാരമാണ്. അത് ജനങ്ങളുടെ അവരർഹരാണ്. ഉളകര ആദിവാസി കോളനിയിലേക്ക് ഒരു റോഡ് പണിയാൻ 3 കോടി രൂപ ഞാൻ ബഡ്ജറ്റ് മാറ്റി വെച്ചു. അപ്പോൾ ആളുകൾ ചോദിച്ചു, ആകെ 44 കുടുംബമുള്ളിടത്തേക്ക് 3 കോടിയുടെ റോഡ്, 44 വോട്ടല്ലേ ഉള്ളൂ, 44 വോട്ടല്ല, ഒരു 200 വോട്ടുണ്ടാവും, 44 കുടുംബം, ഒരു 3 കോടിയുടെ റോഡ് ആയിരക്കണക്കിന് ആളുകളുള്ള സ്ഥലത്തേക്ക് വെച്ചുകൂടെ? അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത് അവർക്ക് കൂടി പങ്കുവെക്കേണ്ടതിൽ അവർക്ക് കൊടുക്കാത്ത പങ്കാണ്. അപ്പോൾ അത് അവർക്ക് കൊടുക്കണ്ടേ? അവർ അതിൻ്റെ ബാധ്യസ്ഥരല്ലേ? അപ്പം ഞാൻ പറഞ്ഞത്, ഞങ്ങളൊക്കെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അത് സമൂഹത്തിൽ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് ഈ വികസനത്തിൻ്റെ സ്വാദ് നുണയാൻ പറ്റണം. അവിടെ ചെന്നിരുന്നിട്ട് തിരുവനന്തപുരത്തോട്ട് നോക്കൂ, മഞ്ചേശ്വരത്തോട്ട് നോക്കൂ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മനുഷ്യനത് മനസ്സിലാവില്ല. അവിടുത്തെ ഓരോ അണുവിലും ഓരോ തിരിവിലും ഓരോ സ്ഥലത്തും സർക്കാരിൻ്റെ വികസന പ്രവർത്തനം കാണാം, സർക്കാരിൻ്റെ നിലപാട് കാണാം, ജനപ്രതിനിധികളുടെ ആത്മാർത്ഥത കാണാം. അവർക്കതിനൊക്കെയുള്ള നല്ല ബോധ്യമുണ്ട്. പിന്നെ ഇനി അങ്ങോട്ട് പോകലല്ല, അവിടെ തന്നെയാണ്. ഇതും അതുമൊക്കെ കണക്ട് ചെയ്ത് വരുന്ന കാര്യങ്ങളാണെന്ന് ഉള്ളതുകൊണ്ട് തൃശ്ശൂരിൻ്റെ പൊതുവെയുള്ള പുരോഗമന രാഷ്ട്രീയം ഒരു കാര്യത്തിലും അത് പറഞ്ഞതുപോലെ ഞങ്ങൾ അപമാനിതരാണ്. കാരണം നമ്മുടെ കാലത്ത് ഇതുണ്ടായി. ഇതിനേക്കാൾ വലിയൊരു അപമാനം രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉണ്ടാകാനില്ല. അതിനി എത്ര പറഞ്ഞാലും മാപ്പ് ലഭ്യമാകാൻ പറ്റാത്ത ഒരു ജനാധിപത്യ അപകടം തന്നെയാണ് അവിടെ ഉണ്ടായത്. പക്ഷെ ജനങ്ങളത് തിരിച്ചറിയും. ഒരു തവണയൊക്കെ ആർക്കും ഒരു തെറ്റുപറ്റും. പറ്റിയ തെറ്റ് ആവർത്തിക്കാത്ത വിധത്തിൽ തിരിച്ചറിവിൻ്റെ വഴിയിലൂടെ നടക്കാൻ അവർക്കാവുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കേരളം മൊത്തം തിരിച്ചുവരവിൻ്റെ ഒരു പ്രതീക്ഷയിലാണ് അല്ലേ നിങ്ങൾക്ക്? ഞാൻ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊതുവായ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിന് ഇതല്ലാതെ മറ്റൊരു ഫോർമുല ഏതുണ്ട്? ഒരു ഇപ്പോൾ നവംബർ 1, ഇപ്പോൾ കഴിഞ്ഞ 31 മാലിന്യമുക്തമായിട്ടുള്ള ആഘോഷങ്ങൾക്കാണ് നമ്മൾ സമയം കഴിവെച്ചതെങ്കിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും പറയാൻ പാടില്ലാത്തൊരു നിലപാടല്ലേ നവംബർ 1 അതിദരിദ്രരില്ലാത്തൊരു നാടായി കേരളം മാറും. ഇത് ഇങ്ങനെ പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ഇന്ത്യയിൽ മറ്റേത് ഗവൺമെൻറ്റിന് പറ്റും? 64,006 കുടുംബങ്ങളാണ് ഈ പറയുന്ന അതിദരിദ്രർ. 64,006 കുടുംബങ്ങൾ, 3.5 കോടി മലയാളിയിൽ 64,006 കുടുംബങ്ങൾ. പക്ഷേ ക്യാബിനറ്റ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കൂടിയ ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിൻ്റെ ഒരേ ഒരു അജണ്ട അതിദരിദ്രരായ മനുഷ്യരെ മോചിപ്പിക്കലാണെന്ന് പറയുന്നിടത്താണ് ഒരു സർക്കാരിൻ്റെ നിലപാട്. അതുമുതൽ ദേശീയ ഹൈവേ പൂർത്തിയാകുന്നു, ഗെയിൽ പൈപ്പ് ലൈൻ ഒരു യാഥാർത്ഥ്യമാകുന്നു, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും വിദ്യാഭ്യാസം, ഇങ്ങനെ കേരളത്തിന് ലഭ്യമാകേണ്ടത് എല്ലാവർക്കും ലഭ്യമാക്കുക എന്നൊരാശയം സർക്കാരിനുണ്ട്. ഈ സർക്കാരിനെ ഗവൺമെൻറ് ജനങ്ങൾ മൂന്നാമതും സ്വീകരിക്കും. അതല്ലാതെ ഈ കേരളത്തെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ മുമ്പിൽ മറ്റൊരു പോംവഴിയും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ കാര്യം, വഖഫ് ബില്ല് പാസ്സാക്കിയ ദേശീയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്. കേരളത്തിൽ ഒരുപക്ഷെ അതിനോട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത മുനമ്പം ഇഷ്യൂ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. റവന്യൂ മന്ത്രി എന്നുള്ള നിലയിൽ റവന്യൂ രേഖകൾ മുനമ്പത്തുകാർക്ക് നേടിക്കൊടുക്കുന്നതിന് വേണ്ടി നിയമസഭയിൽ തന്നെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ പൊതുസമക്ഷമുണ്ട്. ഇതിനെ എങ്ങനെ നേരിടാനാണ് ഇനി ഉദ്ദേശിക്കുന്നത്? കോടതിയിലും തിരിച്ചടി ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അതല്ല, കോടതിയിൽ അങ്ങനെ തിരിച്ചടി ഉണ്ടായതല്ല. ആ കമ്മീഷൻ്റെ പിന്നെ കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ട ഒരു കമ്മീഷനെ കുറിച്ച് കോടതിക്ക് ബോധ്യമാകും വിധത്തിൽ വിശദീകരിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാകില്ല. ഇത് ഏതെങ്കിലും സമുദായങ്ങൾ തമ്മിലുള്ള തർക്കമല്ല. മുനമ്പത്ത് ഉള്ള ജനങ്ങൾ ഒരു കാരണവശാലും ഒറ്റപ്പെടില്ല. അവരുടെ സ്വന്തം ഭൂമി അവർക്ക് നഷ്ടപ്പെടുകയും ചെയ്യില്ല. ഒരു കമ്മീഷൻ സർക്കാർ വെച്ചത് എന്തിനാണ്? അവർക്ക് ആ ഭൂമി അവർക്ക് എങ്ങനെ സ്ഥിരമായി കൊടുക്കാൻ പറ്റുമെന്ന് നിയമപരമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ്. അതിനിടയിൽ ചെയ്യേണ്ട പണി എന്താണ്? റവന്യൂ വകുപ്പ് അവിടെയുള്ളവർക്ക് ടാക്സ് അടയ്ക്കാൻ അനുവാദം കൊടുത്തു, പോക്കുവരവ് നടത്താൻ അനുവാദം കൊടുത്തു. അതിനെ കോടതിയാണ് സ്റ്റേ ചെയ്തത്. സ്റ്റേ ചെയ്തിട്ടും ഇപ്പോൾ സർക്കാർ വീണ്ടും കോടതിയിൽ പോയിരിക്കുകയാണ്. കാരണം അവർക്ക് പോക്കുവരവ് ചെയ്തു കൊടുത്ത ആ സ്ഥലത്ത് ടാക്സ് അടയ്ക്കണം. മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങൾ അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥരാക്കണം എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. ഈ വഖഫിനെ ബില്ലിനെ ഇതിൽ കൂട്ടി കലർത്തി മറ്റൊരു തരത്തിലുള്ള വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലെങ്കിൽ അവർക്കത് പിന്നീട് മനസ്സിലാകും. അതിൻ്റെ ആഴങ്ങളിലേക്കും സംവിധാനത്തിലേക്കും പോകുമ്പോൾ അവർക്കത് മനസ്സിലാകും.
അവർക്ക് ഭൂമി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും ആധികാരികമായി. അതിൽ ഈ കമ്മീഷൻ എന്നുള്ളതല്ലാതെ ഇനിയുള്ള മാർഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും ഇത് വന്ന സാഹചര്യത്തിൽ ആവശ്യമായിട്ടുള്ള തുടരാലോചനകൾ നടത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗമാണ് ഇക്കാര്യത്തിൽ ആലോചന നടത്തി ആവശ്യമായ നിയമോപദേശം സ്വീകരിച്ച് അടിസ്ഥാനപരമായ ലക്ഷ്യം ഇതായിരിക്കും: മുനമ്പത്തെ അർഹരായ മുഴുവൻ പേർക്കും ഭൂമി ലഭ്യമാക്കുക. അതിൻ്റെ സർവേ നടപടികൾ, ഡിജിറ്റൽ സർവേ എല്ലാം നടത്തി അവർക്ക് തന്നെ ആ ഭൂമി കൊടുക്കലാണ് നിയമപരമായി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഈ സർക്കാരിൻ്റെ ഒരു പരിധിവരെ നമ്മൾ കടന്നു വന്ന ഘട്ടത്തിൽ ജനപ്രതിനിധി, മന്ത്രി എന്നൊക്കെയുള്ള നിലയിൽ ആലോചിക്കുമ്പം ഇതുവരെയുള്ള ചുരുങ്ങിയ കാലയളവാണെങ്കിൽ ഒരു ടേമാണ് എങ്കിൽ ഓർമ്മയിലുള്ള ഒരു 1-2 നിമിഷങ്ങൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരിക്കും? ഒരു സംതൃപ്തി നൽകിയ സംഭവങ്ങൾ ഉണ്ടാവും. ഒരുപാട് അനുഭവങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഈ പട്ടയ വിതരണത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില വികാര പ്രകടനങ്ങൾ നമുക്ക് ഒരിക്കലും സാധ്യമാകുമെന്ന് കരുതാത്ത, ജീവിതത്തിലൊരിക്കലും ലഭ്യമാകില്ല എന്ന് കരുതിയിരുന്ന ഭൂമിയുടെ അവകാശം ആ മനുഷ്യർക്ക് വേണ്ടി കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷം ഒരു പക്ഷേ മറ്റെവിടെയും നമുക്ക് ലഭ്യമാകാൻ പറ്റാത്ത ഒന്നാണ്. ഒരുപാട് വൈകാരികമായ അനുഭവങ്ങളുണ്ട് മന്ത്രി എന്ന നിലയിൽ. അതിലേറ്റവും പ്രധാനം ഈ വയനാടുമായി ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. യഥാർത്ഥത്തിൽ മന്ത്രിയായി കടന്നു വരുമ്പോൾ തന്നെ റവന്യൂ വകുപ്പ് ഒരു വിവാദത്തിൻ്റെ നടുവിലായിരുന്നു. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട പ്രശ്നം വളരെ കൃത്യമായ നിലപാടുകളോടെ അവിടെ ഉണ്ടായ സംഭവങ്ങളെ നോക്കി കാണാനും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനും അക്കാര്യത്തിൽ വിജയം നേടാനും കഴിഞ്ഞത് മുതൽ നമുക്ക് ലക്ഷ്യം വെച്ചതെല്ലാം സാക്ഷാത്കരിക്കാൻ ഏതാണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഗവൺമെൻറ് വരുമ്പോൾ റവന്യൂ വകുപ്പിനൊരു മുദ്രാവാക്യം വേണം എന്ന് ഞങ്ങളിങ്ങനെ ആലോചിച്ചു. അപ്പോൾ പലരും ഞങ്ങളോട് ചോദിച്ചു, ഒരു വകുപ്പിന് എന്തിനാണ് മുദ്രാവാക്യം? വകുപ്പിൻ്റെ ചുമതലകളുണ്ട്. റവന്യൂ വകുപ്പ് മാതൃവകുപ്പ് ആയതുകൊണ്ട് 100 കണക്കിന് പണിയുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്താൽ പോരെ. ഞങ്ങളൊരു മുദ്രാവാക്യം അവതരിപ്പിച്ചു MLA-മാരുടെ മുമ്പിൽ. MLA-മാരത് സന്തോഷപൂർവ്വം ഏറ്റെടുത്തു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട്, അതായിരുന്നു ഞങ്ങളുടെ മുദ്രാവാക്യം. അതനുസരിച്ച് ചരിത്രത്തിൽ ഒരു ഗവൺമെൻറ്റിനും കൊടുക്കാൻ പറ്റാത്തതുപോലെയുള്ള പട്ടയ വിതരണം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അത്ഭുതകരമായ വിധത്തിൽ മാറുന്ന ഡിജിറ്റൽ റീസർവേ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇരുന്ന് നാഴിയൂരി മണ്ണ് കേരളത്തിലുള്ളവർക്ക് പോലും ഉപയോഗിക്കാൻ കഴിയുന്ന ഈ സംവിധാനങ്ങൾ, സ്മാർട്ട് സംവിധാനങ്ങൾ, ഇങ്ങനെ ഒരു വകുപ്പിനെ ആ വകുപ്പിൻ്റെ ഏറ്റവും കൃത്യതയിലേക്ക് വളരെ പരന്നും വിശാലമായി കിടക്കുന്ന ഒരു വകുപ്പിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. വൈകാരികമായിട്ടുള്ള അനുഭവങ്ങൾ ധാരാളം ഓരോ ഘട്ടത്തിലും നമുക്കിപ്പോൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ഓർത്തത്, വയനാട് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കിടയിൽ റിപ്പോർട്ടർ TV-യിലെ ഡോക്ടർ അരുൺകുമാറിനോട് സംസാരിക്കുമ്പോൾ അങ്ങ് ആർദ്രനായി മാറിയതാണ്. ആർദ്രമായ ഒരു കണ്ണുനീര് നമ്മൾ കണ്ടു. ഒരുപക്ഷെ മന്ത്രിമാർ അല്ലെങ്കിൽ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ അത്യപൂർവമായിട്ടാണ് അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നത്. അത് ഇപ്പം ഞാൻ ഓർമ്മിക്കുകയാണ് ഈ വൈകാരികമായ അവസ്ഥ പറഞ്ഞപ്പോൾ. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അതിനെ നിലനിർത്താൻ, ഒരു അലിവിനെ നിലനിർത്താൻ താങ്കൾക്ക് ഇനിയും കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രി ഒരു മനുഷ്യനാണ്. അപ്പോൾ അതും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. മന്ത്രി എപ്പോഴും പച്ചയായ മനുഷ്യനാകണം. എന്നാലാണ് മനുഷ്യരുടെ വികാരം അറിഞ്ഞ് പ്രവർത്തിക്കാൻ പറ്റുക. നമ്മൾ സന്തോഷം ഉണ്ടാകുമ്പോൾ ഉറക്കെ ചിരിക്കാറുണ്ട്. തമാശ പറഞ്ഞ് ഞങ്ങൾ മന്ത്രിസഭയിൽ തന്നെ ഞങ്ങൾ മന്ത്രിമാരായിട്ടുള്ള ഒരേ സമകാലികരായിട്ടുള്ള ആളുകളൊക്കെ കഥയും തമാശയൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാറുണ്ട്. സങ്കടം ഉണ്ടാകുമ്പോൾ ആ സങ്കടത്തിനോടൊപ്പം നിൽക്കാറുണ്ട്, പൊട്ടിക്കരയാറുണ്ട്. ഇതൊക്കെ മനുഷ്യനെന്ന വിധത്തിലുള്ള നമ്മുടെ അനുഭവങ്ങളുടെ ഒരു തീവ്രതയാണ്. അതിങ്ങനെ ജീവിതത്തിൻ്റെ പല ഘട്ടം അതിനെ നമ്മൾ നിർഭയമായിട്ട് അഭിസംബോധന ചെയ്യുക. കൃത്രിമത്വങ്ങളില്ലാത്ത വിധം മനുഷ്യനെ അഭിസംബോധന ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു ജനപ്രതിക്ക് ഉണ്ടാകേണ്ട ഒരു സാധാരണ സംഭവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പലരും എന്നോട് പറയാറുണ്ട്, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, നിങ്ങൾക്കൊരു സംഭവം ഉണ്ടെങ്കിൽ മുഖത്ത് കാണാം എന്ന് പറയാം. പലരും പറയാറുണ്ട് എന്നെ വ്യക്തിപരമായിട്ട്. മധു ചെയ്തൊരു കാര്യം, എൻ്റെ സഹപ്രവർത്തകരാണെങ്കിലും എന്നോടൊപ്പം നിൽക്കുന്നവരാണെങ്കിലും, എൻ്റെ ഒപ്പമുള്ള ഒരാൾ ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുറച്ച് നേരം അയാളോടുള്ള എൻ്റെ പെരുമാറ്റത്തിൽ അത് പെട്ടെന്ന് മനസ്സിലാകും. എനിക്കത് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പോഴും മനസ്സിലാകും. അപ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ളവരൊക്കെ പറയാറുണ്ട്, ഒളിച്ചു വെച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അങ്ങനെ പ്രകടിപ്പിക്കണ്ട, അത് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവട്ടെ. മനസ്സിലാകാൻ വേണ്ടിയാണല്ലോ നമുക്ക് വികാരം ഉണ്ടാകുന്നത്. വികാരം എന്ന് പറയുന്ന സാധനം തന്നെ മനസ്സിലാകാൻ. പക്ഷെ അന്ന് ഞാൻ അരുണിനോട് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാതെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഇൻ്റർവ്യൂവിന് വേണ്ടി ആൾ പറയുന്നത്. അപ്പോൾ അവർ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മതിയോ എന്ന് ചോദിച്ചു. ഉപ്പുമാവ് കഴിക്കുകയാണ് ഞാൻ കൺട്രോൾ റൂമിൽ ഇരുന്നിട്ട്. അല്ല, ഇത് നടന്നോട്ടെ, അത് വേറെ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ ചില കാര്യങ്ങൾ ഓർമ്മിച്ചു.
എനിക്കങ്ങനെ ചില ഘട്ടങ്ങൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാകാറുണ്ട്. അങ്ങനെ പറഞ്ഞാൽ കുറേ ഘട്ടങ്ങൾ അത് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഇനിയും കരുത്തോടെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഭാവിയിലേക്കുള്ള, നമ്മൾ വയനാട്ടിൽ നിന്നാണ് തുടങ്ങിയത്, ഭാവിയിലേക്കുള്ള പോക്കിനിടയിൽ വയനാട്ടിലെ ജനങ്ങൾക്ക്, ചൂരൽമല മുണ്ടക്കൈ ജനങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള ആ ടൗൺഷിപ്പും അതിൻ്റെ സമയബന്ധിതമായ പ്രവർത്തനവും മുന്നോട്ട് പോകാൻ കഴിയും എന്നും ഇടയ്ക്ക് നമുക്ക് അത് സംബന്ധിച്ച വിലയിരുത്തലുകളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് നന്ദി. സന്തോഷം. ടോക്ക് ഷോയിൽ മറ്റൊരു അതിഥിയുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.